വീഡിയോ ഓൺ ആക്ക, സീറ്റിൽ വന്നിരിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സാറേ. സ്റ്റഡീസിന്റെ 4ാമത്തെ ചാപ്റ്റർ 4 പോർഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് മുൻപ് നമുക്ക് പ്രയർ എടുത്തിട്ട് ക്ലാസ്സിലേക്ക് പോകാലോ. അപ്പൊ എല്ലാ കുട്ടികളും മക്കളെ, കുറച്ച് കുട്ടികൾ വീഡിയോ ഓൺ ആക്കാനുണ്ട്. വീഡിയോ ഓൺ ആക്കുക, സീറ്റിൽ വന്നിരിക്കുക, പ്രോപ്പർ ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. യെസ്, സോ വെരി ഗുഡ് ഈവനിങ് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കോൾ ആക്കി കുറച്ച് വീഡിയോ ഓൺ ആക്കിയൊരു വേഗാട്ടെ ജോയിൻ ചെയ്തവരൊക്കെ വീഡിയോ ഓൺ ആക്കുക. നമ്മൾ ലാസ്റ്റ് എടുത്ത പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിവിഷൻ ആണ്, അതുകൊണ്ട് ഇച്ചിരി സ്പീഡൊക്കെ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ കൈയോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കുക. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ചോദിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പോകുക കേട്ടോ. എക്സാം ആണ്, ആ ഒരു ബോധം എല്ലാവർക്കും വേണം. പഠിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളും പോർഷൻസും ഒക്കെ റിവൈൻഡ് ചെയ്തൊക്കെ നോക്കുക. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാൻ പോകണം അല്ലെ. നമ്മൾ ഓൾറെഡി ഒരു 4 ചാപ്റ്റർ നോക്കിയായിരുന്നു. അതും 4th ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് 5th ചാപ്റ്റർ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കിയത്. അപ്പൊ നമ്മൾ 4th തൊട്ടുള്ള ചാപ്റ്റേഴ്സ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ സാർ, നമുക്ക് സ്ക്രീനിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതേപോലെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്, അതെ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ടൈമിൽ അത്രയും കവർ ചെയ്തു. സെക്കൻഡ് ടൈമിൽ നമ്മൾ എന്താ 5th ചാപ്റ്റർ ആയിട്ടുള്ള എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് സർവീസും അതും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബിസിനസ് സർവീസ് പഠിക്കാനുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എത്തിക്സ് പഠിക്കാനുണ്ട്, അതുപോലെ ഫോർമേഷൻ ഓഫ് കമ്പനി, ലാസ്റ്റ് പഠിക്കാനുള്ളത് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് അല്ലെ. 4 ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് സാറേ ഫസ്റ്റ് നമുക്ക് ബിസിനസ് സർവീസിലേക്ക് പോകാലോ. ബിസിനസ് സർവീസ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, 2 പ്രധാനപ്പെട്ട എസ്സേ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കെയർഫുൾ ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തൊന്നും വരില്ല. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ പോർഷൻസ് പറയാ. അപ്പൊ നിങ്ങൾ ഈ പോർഷൻസ് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ സാർ നമുക്ക് ഫസ്റ്റ് എന്താ പറയേണ്ടത്, നമുക്ക് ബിസിനസ്സില് സർവീസസും ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 4 മാർക്കിനൊക്കെ ചോദിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. സർവീസസിന്റെ നേച്ചർ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാം അല്ലെ, സർവീസിന്റെ ഫീച്ചർ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അപ്പൊ നിങ്ങൾ ഗുഡ്സിന്റെയും സർവീസിന്റെ ഡിഫറൻസ് പഠിച്ചു വെക്കാം. സർവീസ് എന്താണ് സാറേ? സർവീസ് എന്താണ്? ഒരു പ്രോസസ്സാണ്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗുഡ്സ് എന്തായിരിക്കും? ഒരു ഫിസിക്കൽ ഒബ്ജക്ട് ആയിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് എങ്ങനെയാണ്? ഹെറ്ററോജനസ് ആയിരിക്കും, എങ്ങനെ വേണമെങ്കിലും ആവാം. സർവീസ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന പോലെ സാറ് പഠിപ്പിക്കുന്നത് അല്ലെ, അത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ തരുന്ന മെറ്റീരിയൽ ആയിരിക്കും സാറ് തന്റെ മെറ്റീരിയൽ. അതെ, ചക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ എന്താണ്? അത് ഹോമോജീനിയസ് ആണ്. ഓക്കെ, ഗുഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഹെറ്ററോജീനിയസ് ആണ്. നെക്സ്റ്റ് സർവീസസിന്റെ ഏറ്റവും വലിയ പോയിന്റ് അല്ലേ സാറേ? ഇൻടാഞ്ചിബിൾ തൊടാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ ആണല്ലേ. അപ്പൊ സർവീസ് എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ആണെങ്കിൽ ഗുഡ്സ് ആണെങ്കിൽ എന്താണ്? ടാഞ്ചിബിൾ. നമുക്കത് കാണാൻ പറ്റും, തൊടാൻ പറ്റും അല്ലെ, ടച്ച് ചെയ്യാനൊക്കെ പറ്റും. നെക്സ്റ്റ് എന്താണ്? ഇൻവെന്ററി. സർവീസ് നമുക്ക് ഇൻവെന്ററി ചെയ്യാൻ പറ്റുമോ? സ്റ്റോക്ക് ചെയ്യാൻ പറ്റും സാറേ? ഇല്ല. പക്ഷെ ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സർവീസ് ആണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇനി ഇൻകൺസിസ്റ്റൻസി എന്താ പറയുന്നത്? സർവീസ് ആണെങ്കിൽ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് പല രീതിയിലായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് സാധനം എടുത്ത് കൊടുക്കണം, ചിലർക്ക് അതിന്റെ കംപ്ലീറ്റ് കണ്ടന്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും സാധനം എടുക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് ആയിട്ടായിരിക്കും സർവീസ് വേണ്ടത്. പക്ഷെ ഗുഡ്സ് അങ്ങനെയല്ല, ഓരോ കസ്റ്റമേഴ്സിനും ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. ഇപ്പൊ ഞാൻ മേടിക്കുന്ന എന്താണ്, ഇപ്പൊ ഈ ഫോൺ ആണെങ്കിൽ സാറിനും എന്താണ് ഈ ഒരു മോഡൽ ആണെങ്കിൽ ഈ ഒരു ഫോണേ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ രണ്ടും കിട്ടിക്കഴിഞ്ഞു, സർവീസിന്റെയും ഗുഡ്സിന്റെയും ഡിഫറൻസ് കിട്ടി. ഒരു 4 പോയിന്റ് എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സർവീസസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാൻ വണ്ടിയോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെറ്റ് ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ബിസിനസ് സർവീസസിനെ കുറിച്ചാണ്. അപ്പൊ ബിസിനസ്സിന് കുറച്ച് സർവീസസ് ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സിന് എന്തൊക്കെ സർവീസ് ആണ് സാറേ ഉള്ളത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആണ് അല്ലെ. നമ്മളത് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ ടേർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. അത് തന്നെയാണ് ഈ സാധനം. യെസ്. ഓക്കെ, അപ്പൊ ബിസിനസ് സർവീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം, ബാങ്കിങ് ഒരു സർവീസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് ഒരു സർവീസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ്. വെയർഹൌസിംഗ് സർവീസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, പോസ്റ്റൽ സർവീസസ്, ടെലികോം സർവീസസ്. മക്കളെ ക്ലിയർ അല്ലേ? ഇതിൽ തന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള 2 സർവീസ് ആണ് ബാങ്കിങ്ങും ഇൻഷുറൻസും. സെറ്റ് അല്ലേ മക്കളെ? ബാങ്കിങ്ങും ഇൻഷുറൻസും എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ്.
ഓക്കെ. അപ്പൊ നിങ്ങൾ സർവീസ് ആയിട്ട് ഈ എണ്ണത്തിന്റെ പേരൊന്ന് കളർഫുൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇനി എസ് ടൈപ്പ് പഠിക്കുമ്പോൾ ബാങ്കിങ്ങും ഇൻഷുറൻസും സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. എടുത്ത് അതിന്റെ ഓരോ പോയിന്റ്സ് പഠിക്കണം. പിന്നെ ഒന്ന് ആലോചിച്ചൊക്കെ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ലോൺ എടുക്കണം അല്ലെ, പൈസ ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും അങ്ങനെ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനൊക്കെ ബാങ്ക് വേണം. അതാണ് ബാങ്കിങ്ങിന്റെ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെ, പൈസ വേണം, ഫിനാൻസ് വേണം, ഓരോ കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബാങ്കിനെ കുറിച്ചാണ്. മക്കളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് വരെ ചോദിക്കാം. ടൈപ്സ് ഓഫ് ബാങ്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നമ്മുടെ എന്താണ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട് അല്ലെ സാർ? ഏതൊക്കെയാണ്? ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ബാങ്കാണ്, നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെ. അവിടെ എന്താണ് നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരും, നമുക്ക് ലോൺ തരും, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കലി കാണുന്ന ബാങ്ക്സ് ആണ്. നമുക്ക് ഡെപ്പോസിറ്റ് കിട്ടും, ഡെപ്പോസിറ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ലോൺസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അത്രയും പഠിച്ചു വെക്കുക. ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് തന്നെ 2 ടൈപ്പ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. പബ്ലിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗവൺമെന്റ്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കാം. പബ്ലിക് എന്ന് പറയുമ്പോൾ SBI അല്ലെ, കാനറ എക്സാമ്പിൾ പറയാം. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ, HDFC നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. 2-3 എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ചിലപ്പോ നിങ്ങളോട് എന്താണ് ഏതെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ് പബ്ലിക്കും പ്രൈവറ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പബ്ലിക്കിന് ഷെയർ, ഗവൺമെന്റ് ഷെയർ കൂടുതലാണെങ്കിൽ പബ്ലിക് സെക്ടർ ആയിരിക്കും, പ്രൈവറ്റ് പാർട്ടിയുടെ ആണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. ഈ അടുത്ത ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് നമ്മൾ ഓൾറെഡി സെക്കൻഡ് ചാപ്റ്ററിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട് അനുസരിച്ച് മെമ്പേഴ്സിന് മാത്രം ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുക, സർവീസ് കൊടുക്കുക, അങ്ങനത്തെ ബാങ്കാണ് എന്ത്? കോപ്പറേറ്റീവ് ബാങ്ക്. മലയാളത്തിലെ സഹകരണ ബാങ്കുകൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓരോ പ്രദേശങ്ങളിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ. അതെ, കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രാദേശിക ബാങ്കുകളൊക്കെ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് അടുത്തതാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. അപ്പൊ അവരെന്തായാലും കൊടുക്കുക എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ അല്ലെ. അപ്പൊ എക്സ്പോർട്ടിന് ഇമ്പോർട്ടിന് സഹായിക്കുക, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് സഹായിക്കുക. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറെ അസിസ്റ്റൻസ് കൊടുക്കുന്ന ബാങ്കാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. എക്സിമും സിബി നോക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തത് സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. 1 വേർഡ് ചോദിക്കാം മക്കളെ. ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ മോണിറ്ററി അതോറിറ്റിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ മറ്റു ബാങ്കിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. അപ്പൊ നിങ്ങൾ അതിന്റെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ബാങ്കേഴ്സ് ടു ബാങ്ക്, അതുപോലെ എന്താണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയും. അതുപോലെ എന്താണ് കൺട്രോളേഴ്സ് ഓഫ് ദി ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കളക്ഷൻ, ഒക്കെ കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഓർക്കണം. സെൻട്രൽ ബാങ്ക് ആരാണ്? നമ്മൾ സെൻട്രൽ ബാങ്ക് മക്കളെ, നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, മറന്നു പോകരുത്. അപ്പൊ സെൻട്രൽ ബാങ്ക് എന്താണെന്ന് അതിന്റെ ജസ്റ്റ് ഫംഗ്ഷൻസ് നോക്കി വെക്കുക. 1 വേർഡ് കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്. അപ്പൊ ഇതൊരു 4 മാർക്കിന്റെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന പോർഷനാണ്. ടൈപ്സ് ഓഫ് ബാങ്ക് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 4 ബാങ്ക് ഇപ്പൊ തന്നെ മൈൻഡിൽ സ്റ്റോർ ആയിട്ട് നിങ്ങൾ എക്സാം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ പോലും നമുക്ക് ഓർമ്മയിൽ വരും. യെസ്, ഓക്കെ. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനിലേക്ക് പോകാം. മക്കളെ, ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലും കിട്ടൂല, വിന്നേഴ്സിന് മാത്രം പ്രൊഡക്റ്റ് ആണ്. അതന്നെ. അപ്പൊ ഇത് നിങ്ങൾ വരച്ചാൽ അവിടെ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായി. ചോദിക്കാൻ പോണ പോർഷൻ ആണ് കേട്ടോ. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം ഉള്ളൊരു പോർഷൻ ആണ്. എന്തെല്ലാമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കാം? ഈ ഡയഗ്രാം വരയ്ക്കാം. ബിസിനസ് സ്റ്റഡീസിന് ഒരു കാര്യമുണ്ട് സാറേ, എവിടെയൊക്കെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ വരയ്ക്കാം. നമുക്ക് പേജ് കൂട്ടാം, മാർക്ക് കിട്ടും അല്ലെ. പിന്നെ പേജ് കൂട്ടാം അല്ലെ. അപ്പൊ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം എന്തായാലും. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് വരച്ചു വെക്കാം. പിന്നെ ഒരു കാര്യം, ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ സ്കെയില് പെൻസിൽ അളവൊക്കെ എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കരുത്. കേട്ടല്ലോ, ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞോണ്ടേ കുറച്ച് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അതൊന്നും വേണ്ട, സംഭവം കണ്ടന്റ് മതി അല്ലെ. നോക്കിയാൽ മക്കളെ, അപ്പോ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് പറയുമ്പോൾ പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ മക്കളെ വേഗം ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ 2 ഫംഗ്ഷൻ ഉണ്ട്, ആക്സെപ്റ്റിംഗ്, ഡെപ്പോസിറ്റിംഗ്, ലെൻഡിങ് മണി. അല്ലെ, മെയിൻ ആയിട്ട് നിങ്ങൾ ഏത് ബാങ്കിൽ പോയാലും ആദ്യം നോക്കണം എന്താ? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ പൈസ ലോൺ കിട്ടും. രണ്ട് കാര്യമുള്ളൂ. ലെൻഡിംഗ് എന്ന് വെച്ചാൽ ലോൺ കൊടുക്കുന്നതാണ്, ലോൺ കൊടുക്കുക. അപ്പൊ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ശ്രദ്ധിക്കുക, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് 3 ടൈപ്പ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. ഏതൊക്കെയാണ് സാറേ? ഫസ്റ്റ് പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെ, ഒരു കാലത്തേക്ക്, ഒരു 1 ഇയറിലേക്ക്, 2 ഇയറിലേക്ക്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ട് ആ പൈസ വരെ തുടങ്ങാം. എന്തായാലും പ്രത്യേകത ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. മക്കളെ നോട്ട് ചെയ്യുക, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്.
ആ പീരീഡ് കഴിയുമ്പോഴേ വിഡ്രോ ചെയ്യുള്ളൂ. അതിന് മുമ്പ് വിഡ്രോ ചെയ്യണമെങ്കിലോ ഇൻട്രസ്റ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? കറണ്ട് അക്കൗണ്ട് ആണ് സാറേ. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോ അത് ബിസിനസ് അക്കൗണ്ട് അല്ലേ? ബിസിനസ് മാന്റെ അക്കൗണ്ട് അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്നല്ല, ബിസിനസ് മാന്റെ അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. എന്താ പ്രത്യേകത? നമുക്ക് ക്യാഷ് എത്ര വേണമെങ്കിലും ഇടാം, എത്ര വേണമെങ്കിലും വലിക്കാം, എക്സ്ട്രാ വലിക്കാം. അത് തന്നെ, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. കാരണം എന്താണ്? അതിന് ഇൻട്രസ്റ്റ് കൊടുക്കൂല അല്ലെ? അപ്പൊ കറണ്ട് അക്കൗണ്ടിൽ എത്ര പൈസ കിടന്നാലും നോ ഇൻട്രസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. വിഡ്രോവൽസിനും ഡെപ്പോസിറ്റിനും ഒരു ലിമിറ്റേഷനും ഇല്ല. അടുത്തതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. അതാണ് അക്കൗണ്ടാണ് സാറേ സേവിങ്സ് അക്കൗണ്ട്. സാധാരണ നമ്മളൊക്കെ എടുക്കുന്നത്. നമ്മുടെ ഷോൺ സാറാണെങ്കിൽ 1, 2, 3, 4 എണ്ണം അല്ലേ? 4 അക്കൗണ്ട്. ആ ഭയങ്കര റിച്ച മക്കളെ അല്ലെ? അപ്പൊ ക്രെഡിറ്റ് ആണ് മാത്രം. അപ്പൊ നോക്കി സേവിങ്സ് എന്ന് പറയുമ്പോ, സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോ എന്താ പറഞ്ഞത്? നമ്മള് സാധാരണ ഇൻഡിവിജ്വൽ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് എന്ത് കിട്ടും? ചെറിയ രീതിയിൽ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പേര് ഓർക്കണം കേട്ടോ, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് എപ്പോ വേണമെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ വിഡ്രോ ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ കുറച്ച് പൈസ ഒക്കെ വിഡ്രോ ചെയ്യാം. എപ്പോഴെപ്പോഴും പോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. പ്രൈമറി ഫംഗ്ഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതുമാത്രം വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ഇനി അതിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ലെൻഡിങ് മണി. എന്താ ലെൻഡിങ് മണി എന്ന് പറയുമ്പോ? ലെൻഡിങ് മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കടം കൊടുക്കുക. ആരാണോ ഡെപ്പോസിറ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആരാണോ കടമൊക്കെ ചോദിച്ചു വരാം, അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് കിട്ടിയ ഡെപ്പോസിറ്റിൽ നിന്ന് എടുത്തിട്ട് പൈസ കടം കൊടുക്കും. പൈസ കടം കൊടുക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ചെറിയൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ കടം വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പൊ ദാറ്റ് ഈസ് ലെൻഡിങ് മണി. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് എങ്ങനെ വേണമെങ്കിലും ലെൻഡ് ചെയ്യാം. ഷോർട്ട് ടേം ലെൻഡ് ചെയ്യാം, ലോങ് ടേം ലെൻഡ് ചെയ്യാം, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കാം, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ക്ലിയർ അല്ല മക്കളെ? നെക്സ്റ്റ് ആണ് സെക്കൻഡറി ഫംഗ്ഷൻ. ഇത് നിങ്ങൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിലും സെക്കൻഡറി ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് ഏജൻസി ഫംഗ്ഷനും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനും പറയാം കേട്ടോ. നെക്സ്റ്റ് പേജ് കാണിച്ച്. സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോണേ. അവിടെ എന്താ? ഏജൻസി ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ? നമുക്ക് ബാങ്കിനെ വേറൊരു ഏജൻസി ആയിട്ട് നിന്നുകൊണ്ട് ഫംഗ്ഷൻസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ ചെയ്യണത്? മറ്റൊരു കസ്റ്റമേഴ്സിനും സർവീസസിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ? നിങ്ങൾ എന്തായാലും അവർ പല രീതിയിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടാവും. നിങ്ങളുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. സാറേ ഞാൻ ലോൺ അങ്ങോട്ട് തരാം. നിങ്ങളിപ്പോ പഠിക്കാൻ ചെയ്യാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അങ്ങോട്ട് സ്റ്റുഡന്റ് ലോൺ തരാന്ന് പറഞ്ഞിട്ട് ബാങ്കുകാർ ഇങ്ങോട്ട് വരും മിക്കവാറും. പ്രത്യേകിച്ച് MBA ഒക്കെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുമല്ലോ, MBA ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് വലിയ വലിയ IIM കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മളെ അപ്രോച്ച് ചെയ്യും. സാറേ ലോൺ എടുക്കും സാറേ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഏജൻസി സർവീസ്. നമുക്ക് മെയിൻലി പറയാൻ പറ്റുന്നത്. അപ്പൊ ഏജൻസി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്ക് കളക്ട് ചെയ്ത് പൈസ കിട്ടും. ഫണ്ട് റെമിറ്റൻസ്, നമുക്ക് വേറെ പ്ലേസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റും. അതുപോലെ ടെലിഫോൺ ബില്ല് അടയ്ക്കാൻ പറ്റും. അതുപോലെ ലോക്കൽ ഫെസിലിറ്റി, ജനറൽ യൂട്ടിലിറ്റി പറയുമ്പോൾ ലോക്കൽ ഫെസിലിറ്റി ഉണ്ട്, ട്രാവലേഴ്സ് ചെക്ക് ഉണ്ട്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ സെക്കൻഡറി ഫംഗ്ഷൻസ് എല്ലാതും വിശദീകരിച്ചില്ലെങ്കിലും പ്രൈമറി ഫംഗ്ഷൻസ് അടിപൊളിയാക്കി എടുക്കും. ഈ പറയുന്ന സകലമാന കാര്യങ്ങൾ ഓർത്ത് വെക്കാട്ടോ. കിട്ടും. നമ്മുടെ ചെക്ക് കളക്ട് ചെയ്തിട്ട് അവര് റെമിറ്റൻസ് ചെയ്ത് തരും. അതേപോലെ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ കൂടെ ഒക്കെ പേയ്മെന്റ് നടത്തല്ലേ, അതൊക്കെ നമ്മുടെ ബാങ്കിന്റെ സെർവർ വഴി തന്നെ പോണേ. അപ്പൊ അതൊക്കെ ഒരു ഏജന്റ് ചെയ്യണ പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറലായിട്ടാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്, ലോക്കൽ ഫെസിലിറ്റി, ക്രെഡിറ്റ് ഇൻഫർമേഷൻ, അങ്ങനെ കുറെ ഫെസിലിറ്റി ഉണ്ട്. അതും പഠിച്ചു വെക്കാം. സെറ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണോട്ടോ എല്ലാവരും, മറക്കരുത്. ഈ ബാങ്കിങ് ആണ്. അറിയാലോ, ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഈ ബാങ്കിങ് ഫോണിൽ കൂടെ ചെയ്യുന്ന എല്ലാ പരിപാടി എന്തൊക്കെയായിരിക്കും? EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമൈസ്ഡ് ടെല്ലർ മെഷീൻ, ATM അല്ലെ? കാർഡ് കൊണ്ടുപോകുന്നു, ക്യാഷ് കിട്ടുന്നു. ഇപ്പൊ കാർഡ്ലെസ് ആണ്. അറിയോ? UPI പേയ്മെന്റ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATM ന്ന് പൈസ എടുക്കാൻ പറ്റും. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അമ്മയുടെ അച്ഛന്റെ ഒക്കെ കാർഡ് എടുത്തോണ്ടിട്ട് ഫോൺ എടുത്തിട്ട് UPI ഒന്ന് എടുത്ത് നോക്ക്. ഓക്കെ, ATM കാർഡ് വഴി നമുക്ക് വിത്തൗട്ട് കാർഡും ഫണ്ട് എടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ എക്സ്ട്രാ എടുക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സ്ട്രാ വിഡ്രോ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം അല്ലെ? ചേട്ടൻ ചേച്ചിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ എല്ലാവരും കയ്യിൽ എന്തുണ്ടാവും? ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ പോയിന്റ് ഓഫ് സെയിൽസ്. ഈ പറയുന്ന എല്ലാവിധ സംഗതി എന്തി കൊടുത്തേണ്ടതാ? നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയിലൂടെ കിട്ടുന്നവരാണ്. ക്ലിയർ ആണോ? അപ്പൊ ചോദിക്കാം ഏതൊക്കെയാണ് ഈ ബാങ്കിങ്ങിൽ വരുന്ന സർവീസസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊഴിച്ച് ബാക്കിയൊന്നും ഈ ബാങ്കിങ്ങിന്റെ ഫെസിലിറ്റി അല്ലാതെ മനസ്സിലാക്കി വെക്കും. അതെ. നെക്സ്റ്റ് അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് അല്ലെ? ഫസ്റ്റ് ആണ് എനി ടൈം സർവീസ്. എപ്പോ വേണമെങ്കിലും നമുക്ക് ഇ ബാങ്കിങ് അവൈലബിൾ ആണ്. കിട്ടും.
രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് എനിവേർ ബാങ്കിങ് എവിടെ നിന്നോണ്ടും ബാങ്ക് ചെയ്യാം. എനിക്ക് ഇവിടെ നിന്നോണ്ടും ബാങ്കിങ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നോണ്ടും ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ അല്ലെ ട്രാൻസാക്ഷൻ ലിസ്റ്റ് നമുക്ക് അങ്ങനെ കിട്ടും നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് അടിച്ചു നോക്കിയാലും നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ കിട്ടും. പിന്നെ എന്താ പറയണത്, ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി അല്ലെ. നമുക്ക് റിസ്ക് വളരെ കുറവാണ്. കാരണം എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് എത്ര രൂപ വരേണ്ടതൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഗ്രേറ്റർ സെക്യൂരിറ്റി നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫെസിലിറ്റി. നമുക്ക് UPI പിന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രാൻസാക്ഷൻസ് ഓരോന്നും നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാം ഇന്നൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് പേര് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നമ്മൾ നമ്പർ അടിച്ചാൽ മാത്രമേ പൈസ അവിടെ നിന്ന് പോകുന്നുള്ളൂ. ആൻഡ് ഓൾസോ പറയുകയാണെങ്കിൽ വർക്ക് ലോഡ് ഓൺ ബ്രാഞ്ചസ് ആർ റെഡ്യൂസ്ഡ് അല്ലെ. ബാങ്കുകാർക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മളൊരു ബാങ്കിൽ പോയിട്ട് പൈസ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ സ്ലിപ്പ് എഴുതി ഒപ്പിട്ട് ഒരു കൗണ്ടറിൽ കൊടുത്ത് അയാൾ സീലടിച്ചെന്ന് വേറെ കൗണ്ടറിൽ കൊടുത്ത് എത്ര നേരത്തെ പരിപാടിയാ. നമ്മൾ കൊടുക്കുന്ന പൈസ അവർ ചെക്ക് ചെയ്ത് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ. അപ്പൊ വർക്ക് ലോഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ എന്ത് സഹായിക്കും, ഈ പറയുന്ന ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ബാങ്കിങ്ങിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻഷുറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഷുറൻസ് എന്തായിരിക്കും? ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ SAP റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കും ഇൻഷുറൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ മീനിങ് ആദ്യം പഠിക്കാം അല്ലെ. അതെ, എന്താണ് ഇൻഷുറൻസ് എന്ന് നോക്കി വെക്കാം. എന്താണ്, റിസ്ക് കുറക്കാനുള്ള പരിപാടിയാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് നമ്മുടെ രണ്ട് പാർട്ടിന്റെ ഏതൊക്കെയാണ്, ഇൻഷുററും ഇൻഷുർഡും. ആരാ ഇൻഷുറർ? ഇൻഷുറർ ആരാ? വിളിക്കാലോ. അതെ, മക്കളെ ഒരാൾ പറയാം ആരാണ് ഇൻഷുറർ, ആരാണ് ഇൻഷുർ? അമർ, ആരാ ഇൻഷുറർ? അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങൾ പഠിച്ച ആരാ കേട്ടോ. പറ, ആരാ ഇൻഷുറർ? ഇൻഷുറർ ഇൻഷുറൻസ് എടുക്കുന്ന ആളാണോ? ആണോ? ഇൻഷുറൻസ് കൊടുക്കുന്ന ആള്. ഓക്കെ, മോളിൽ നമ്മുടെ ഫാത്തിമ വന്നിട്ടുണ്ട്. ഫാത്തിമ പഠിക്കാം കേട്ടോ. ഫാത്തിമ, ഇൻഷുറൻസ് എടുക്കുന്ന ആളാണോ ഇൻഷുറർ കൊടുക്കുന്ന ആളാണോ? യെസ്, ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇൻഷുർഡ് ആരാണ്? ഇൻഷുറൻസ് റിസീവ് ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ നോക്കാം മക്കളെ, ഇൻഷുറൻസിന് ഒരുപാട് ടേംസ് ഉണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കാൻ. വൺ വേർഡ് ചോദിക്കും. ഇൻഷുറർ, ഇൻഷുർഡ്, സബ്ജക്ട് മാറ്റർ, പ്രീമിയം, അതുപോലെ പോളിസി. ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണ് ഇൻഷുർഡ്. ഇൻഷുറർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് തരുന്ന വ്യക്തി. ക്ലിയർ ആയില്ലേ? ഇനി സബ്ജക്ട് മാറ്റർ എന്ന് പറയുമ്പോൾ എന്ത് പ്രോപ്പർട്ടിക്കാണോ ഇൻഷുറൻസ് എടുക്കുക, ദാറ്റ് ഈസ് സബ്ജക്ട് മാറ്റർ. അപ്പൊ ഞാൻ എന്റെ വീട് എടുക്കുകയാണെങ്കിൽ വീട് സബ്ജക്ട് മാറ്റർ. ഇനി എന്താ പ്രീമിയം? ഞാൻ ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കേണ്ട എമൗണ്ടിനാണ് പ്രീമിയം എന്ന് പറയാം. ഇനി എന്താ പോളിസി? എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങുന്ന ആ ഡോക്യുമെന്റിനെയാണ് പോളിസി. അപ്പൊ നിങ്ങൾ ആ ഒരു 5 ടേംസിന് ഏതെങ്കിലും ഒരെണ്ണം വൺ വേർഡ് പ്രതീക്ഷിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻഷുറൻസ് പറയുന്നതാണ് മെത്തേഡ് ഓഫ് ആവറേജിംഗ് റിസ്ക്. അത് രണ്ട് പാർട്ടി ഉണ്ട്, ഇൻഷുറർ ഉണ്ട്, ഇൻഷുർഡ് ഉണ്ട്. ഇവർ തമ്മിൽ കോൺട്രാക്ടർ, ഫൈനാൻസർ അല്ലെ, കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ ആ ചെയ്യുന്ന വ്യക്തിയാണ് ERT പറയുന്നത്. അപ്പൊ ഇൻഷുറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആയിരിക്കും. ഇൻഷുർഡ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണ്. അപ്പൊ അവർ തമ്മിലുള്ള എന്താണ്, കോൺട്രാക്ടിനെയാണ് എന്ത് പറയാ, ഇൻഷുറൻസ് പറയാ. ഈ ആവറേജിംഗ് റിസ്ക് എന്നുള്ള വാക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവറേജിംഗ് റിസ്ക് കുറയ്ക്കുന്നു. നെക്സ്റ്റ് നോക്കേണ്ടത് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. മക്കളെ, ഇൻഷുറൻസിന്റെ essay എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ച് നോക്കണം. നോക്കാം, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 7 വ്യക്തമായിട്ട് പഠിക്കണം. ക്ലിയർ അല്ലേ? നോക്കാം. ഫസ്റ്റ് ആണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്താണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്? അതിന് വേറൊരു പറയുന്ന ആക്റ്റീവ് വേർഡ് ഉണ്ട്, ഉബിരിമേഡ് ഫിഡ് അല്ലെ സാറേ? യെസ്. അപ്പൊ മക്കളെ, ആ ഒരു വേർഡ് നിങ്ങൾ ഒട്ടത്ത് വെക്കുക, ഉബിരിമേഡ് ഫിഡ് എന്ന് പറയുക. അതായത് ആ ഒരു വേർഡ് കണ്ടുറപ്പിച്ചു, അത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആയിരിക്കും. ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഉബിരിമേഡ് ഫിഡ്. അപ്പൊ നോക്കാം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതുപോലെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡിമിനിറ്റി, പ്രോക്സിമേറ്റ് കോസ്റ്റ്, സബ്ജുഗേഷൻ, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ. എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഫസ്റ്റതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം, സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് എന്താണ് പറയണം. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും പറയണം, കൊടുക്കുന്ന വ്യക്തിയും പറയണം. അവർക്ക് തമ്മിൽ ക്ലാരിഫിക്കേഷൻ വേണം. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് വേണം, ഫിനാൻഷ്യൽ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് വേണം. നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനാണ് പറയാ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇൻഡിമിനിറ്റി. ഇൻഡിമിനിറ്റി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ. വൺ വേർഡ് ചോദിക്കും, ലൈഫ് ഇൻഷുറൻസ് ഇൻഡിമിനിറ്റി ഇല്ല. കാരണം എന്താണ്, ഒരാൾ മരിച്ചിട്ട് എത്ര പൈസ ഇട്ടായിട്ടും കാര്യമില്ലല്ലേ. അപ്പൊ ലൈഫ് ഇൻഷുറൻസിലോ
പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസിലോ എന്തില്ല, ഇൻഡിമിനിറ്റി ഇല്ല. ബാക്കി എല്ലാത്തിലും ഇൻഡിമിനിറ്റി ഒരെണ്ണം നഷ്ടപ്പെട്ട അതിന് പകരം തരാൻ അവരെ കൊണ്ട് പറ്റും. അതിനെയാണ് indemnity എന്ന് പറയുന്നത്. നമുക്ക് നഷ്ടം ഉണ്ടെങ്കിൽ നികത്തി കിട്ടും, അല്ല നഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിലേക്ക് ഉറപ്പായിട്ടും ക്ലെയിം കിട്ടും. ദാറ്റ് ഈസ് ഇൻഡിമിനിറ്റി. ഇനി എന്താ പ്രോക്സിമേറ്റ്? ഈ പറഞ്ഞ ഇൻഡിമിനിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എടുത്ത ഇൻഷുറൻസ് തന്നെ ആയിരിക്കണം എന്ത് കാരണമാവണം. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടേംസിൽ പറയുന്നത്, നമ്മുടെ പോളിസി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീ പിടിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗുഡ്സ് ഇല്ലാണ്ടാവണം. കിട്ടൂല. ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രോക്സിമേറ്റ് കോസ്റ്റ് പറയുമ്പോൾ നിയറസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കണം എന്ത് കിട്ടേണ്ടത്, ഇൻഷുറൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് സബോഗേഷൻ. ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്ററുമേ എന്തുണ്ടെങ്കിലും ബാക്കി ആര് കൊണ്ടുപോകും, ഇൻഷുറൻസ് കമ്പനിക്കാർ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ അതിലൊരു ചെറിയ വേർഡ് ഉണ്ട്, എന്താണ് ഇൻഷുർ മൂവിങ് ടു ദി സ്റ്റെപ്പ് ഓഫ് ദി ഇൻഷുറൻസ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ഇൻഷുറൻസ് എടുത്തു. ഫോർ എക്സാമ്പിൾ, എന്റെ വീട്ടിൽ 2 പ്രാവശ്യം ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ലോസ് ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടുള്ളൂ, ആക്ച്വൽ എമൗണ്ടിലേക്ക് മാത്രം കോമ്പൻസേഷൻ കിട്ടുള്ളൂ. 2 പ്രാവശ്യം ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആക്ച്വൽ എമൗണ്ടിലേക്ക് മാത്രം കോമ്പൻസേഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് മിറ്റിഗേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുത്തു, വീട് കത്തി, നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. അപ്പൊ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോസ് സംഭവിക്കുമ്പോൾ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പരിപാടി സാധില്ല. അപ്പൊ എന്താണ് മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, മിനിമൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്മൾ എന്താണ് എടുത്തിരിക്കണം. അപ്പൊ 7 പോയിന്റും നന്നായിട്ട് പഠിക്കുക, എക്സ്പ്ലനേഷൻ പഠിക്കുക. ശ്രദ്ധിക്കുക, ഇൻഷുറൻസിന്റെ എങ്ങാനും എസ്സേ വരെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ഇൻഷുറൻസ് എഴുതി വെക്കുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ ടേംസ് എഴുതി വെക്കുക, അതിന്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, പ്രിൻസിപ്പിൾസ് എഴുതി വെക്കുക. സെറ്റ് ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ജീവൻ നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആലോചിച്ച് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ്. അത് മാത്രമല്ല, ഹോസ്പിറ്റൽ കേസുകളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയാലും ഇതിൽ നമുക്ക് ക്ലെയിം കിട്ടും കേട്ടോ. അടുത്ത ജനറൽ ഇൻഷുറൻസ്. ജനറൽ ആണ് എന്ത്, ബാക്കി എല്ലാവിധമായിട്ടുള്ള ഇൻഷുറൻസുകളും വരുന്നത്. ഫയർ, അതർ ഇൻഷുറൻസ് വരുന്നുണ്ട്. യെസ്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു പിക്ചറിൽ കാണുന്ന അതർ ഇൻഷുറൻസ് നിങ്ങൾ നോക്കി വെച്ചേക്കണം. 1 വേഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഉണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, സ്പോർട്സിന് എടുക്കാം, ക്രോപ്സ് അതായത് വിളകൾക്ക് എടുക്കാം, കൃഷി ചെയ്യുമ്പോൾ. അതുപോലെ ഫിഡിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. യെസ്. ഓക്കെ, നോക്കാം. മക്കളെ ശ്രദ്ധിക്കുക, ആദ്യം പഠിക്കാൻ പോകുന്നത് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. ജസ്റ്റ് പറയാനേ, ബർഗ്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ തെഫ്റ്റ് മേടിച്ചിട്ട് കളവ് ഉണ്ടാവുന്ന മേടിച്ചെടുക്കുകയാണെങ്കിൽ ബർഗ്ലറി ആണ്. കാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പൈസ വേണ്ട. പിന്നെ ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കൃഷിക്ക് എടുക്കുന്ന ഇൻഷുറൻസ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്പോർട്സ്മാൻ ഉണ്ടാകും, അല്ലെ അമേച്ചർ സ്പോർട്സ്മാൻ എന്നാ പറയാട്ടോ മക്കളെ. അമേച്ചർ സ്പോർട്സ്മാൻ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് സ്പോർട്സ് ഇൻഷുറൻസ്. ഹെൽത്ത് നമുക്കറിയാം എന്താണ്, നമ്മുടെ ഹെൽത്ത് എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് തേർഡ് പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല ബുദ്ധിമുട്ട്, നമുക്ക് ഉണ്ടാകാൻ പാടില്ല, വണ്ടിക്ക് ഉണ്ടാകാൻ പാടില്ല, അല്ലെ. അപ്പൊ അതിന് നമ്മൾ എടുക്കും, വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നത് ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും എന്ന ലൈഫ് ഇൻഷുറൻസ് ആണ്. ഡിഫറൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് അത് മൂന്നും എന്താണ് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഡിഫറൻസ് ഈ പറയുന്ന പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ഫസ്റ്റ് മീനിങ് നോക്കാലോ. അതെ, എന്താ പറയുക, ലൈഫ് ഇൻഷുറൻസിന്റെ സ്പെസിഫൈഡ് സം ഓൺ ദ ഡെത്ത് ഓർ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ് whichever is earlier. അപ്പൊ ഞാനിപ്പോ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴാണ് പൈസ കിട്ടുക? ഒന്നില്ലെങ്കിൽ തട്ടിപ്പോ, അല്ലെങ്കിൽ എന്താണ് സാറി ഒരു വിഷമം പറയണം, ഒന്നെങ്കിൽ തട്ടിപ്പോ, അല്ലെങ്കിൽ എന്താണ് എന്റെ ആ പീരീഡ് കഴിയണം. അപ്പൊ whichever is earlier, എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് എന്ത് കിട്ടുക, ലൈഫ് ഇൻഷുറൻസ് കിട്ടുക. നെക്സ്റ്റ് അടുത്തത് ഫയർ ഇൻഷുറൻസ് എപ്പോഴാണ് കിട്ടുക സാറേ? agrees to compromise അല്ലെ, ഇൻഷുറൻസ് പറ്റി ഫയർ കത്തി പിടിച്ചതിന് ശേഷമൊക്കെ അവർ തരത്തുള്ളൂ. അതന്നെ, നമ്മളിപ്പോ ഒരു കൊല്ലത്തേക്ക് ഫയർ ഇൻഷുറൻസ് എടുത്തു, കത്തിയില്ല, കിട്ടും സാറേ? കിട്ടൂല, അല്ലെ. കത്തിയാലേ കിട്ടത്തുള്ളൂ മക്കളെ. ഫയർ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ഇൻഷുറൻസ് കിട്ടൂല. ഫയർ ഇൻഷുറൻസ് എടുത്തു, പ്രോപ്പർട്ടി കത്തിയാലും ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. ഇനി നെക്സ്റ്റ് മറൈൻ ഇൻഷുറൻസ്. ഇതേപോലെ തന്നെ മറൈൻ ലോസ് മൂലം നമ്മൾ ഷിപ്പിനോ കാർഗോക്കോ എന്തെങ്കിലും സംഭവിച്ചാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് എടുക്കണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വിടൂല. ഓക്കെ, നോക്കാം. അപ്പൊ ഈ സബ്ജക്ട് മാറ്റർ പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്താണ് സബ്ജക്ട് മാറ്റർ? നമ്മുടെ ലൈഫ്, ഹ്യൂമൻ ലൈഫാണ്. ഇനി ഫയർ ഇൻഷുറൻസ് നമുക്ക് എന്തിനും എടുക്കാം, കാറിന് എടുക്കാം, വീടിന് എടുക്കാം, ഫിസിക്കൽ പ്രോപ്പർട്ടി എടുക്കാം. ഇനി മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഈ 3 കാറ്റഗറിക്ക് മാത്രം എടുക്കുള്ളൂ. 1 വേഡ് ചോദിക്കും. ഏതൊക്കെയാ സാറേ? ഷിപ്പ്, കാർഗോ, ഫ്രൈറ്റ്. ക്ലിയർ ആയി നോക്കണേ. അപ്പൊ 3 നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേടാ. ഇനി ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ആണ് ഇൻഡിമിനിറ്റി. ഏതിന് ഇൻഡിമിനിറ്റി ഇല്ലാത്തത്? ലൈഫ് ഇൻഷുറൻസിന് മാത്രം ഇൻഡിമിനിറ്റി ഇല്ല, കാരണം നഷ്ടം നികത്താൻ പറ്റൂല. ബാക്കി 2 ഇൻഡിമിനിറ്റി ഉണ്ട്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ലോസ് ഓഫ് മെഷർമെന്റ്. ലൈഫിൽ മാത്രം നമുക്ക് ലോസ് മെഷർ ചെയ്യാൻ പറ്റും. ഇനി കണ്ടിജൻസി ഓഫ് റിസ്ക്.
ഏതിനാ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാ തട്ടിപ്പോണ കാര്യം മാത്രം പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ലൈഫിൽ മാത്രം റിസ്ക് ഉണ്ട്, ഉറപ്പാണ്. വീട് കത്താൻ കത്താതിരിക്കാം അല്ലെ, അതുപോലെ കപ്പൽ കത്താൻ കത്താതിരിക്കാം. അപ്പൊ ഇത് രണ്ടും എന്താണ് നമ്മളെ ഭാഗ്യം പോലിരിക്കും, അൺസർട്ടൻ ആണ്. പക്ഷെ ഇതങ്ങനല്ല, മരിക്കും എന്നുള്ളത് ഷുവർ ആണ് മക്കളെ, അത് ദൈവത്തിന് കരുതുന്ന കാര്യമാണ്. അപ്പൊ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി ഇവിടെ എന്താണ്, ഇവിടെ സർട്ടൈൻ ആണ്, ഇവിടെ സംഭവിക്കുന്നത് സർട്ടൈൻ ആണ്, ഇവിടെ അങ്ങനെയല്ല അൺസർട്ടൈൻ ആണ്. നെക്സ്റ്റ് ഡ്യൂറേഷൻ ശ്രദ്ധിക്കുക. ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ ലോങ്ങർ പീരീഡ് ആണ്, 5 വർഷം മുതൽ 30 വർഷത്തിന് മേലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എന്താണ് ഈ പറഞ്ഞ മറൈനും ഫയർ എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ 1 ഇയർ ആണ്. 1 ഇയർ നമ്മൾ എന്ത് ചെയ്തിട്ട് റിന്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി എലമെന്റ് പഠിക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് മീൻസ് ഞാൻ തട്ടിപ്പോയാൽ എന്റെ വീട്ടുകാർക്ക് പ്രൊട്ടക്ഷൻ, തട്ടിപ്പോയില്ലെങ്കിലോ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയല്ലോ. ഇനി മറൈനിലും അതുപോലെ ഫയറിലാണെങ്കിലോ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ, അടച്ച പൈസ കിട്ടത്തില്ല. എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ മാത്രം എമൗണ്ട് കിട്ടും. എക്സാമ്പിൾ നിങ്ങളായിട്ട് ഒരു ബൈക്കിന് അറിയില്ലേ, വീട്ടുകാരെല്ലാരും കാറിനും ബൈക്കിനൊക്കെ റിന്യൂ ചെയ്യും അല്ലെ, അടുത്ത പൈസ കിട്ടോ ഇല്ല, ആക്സിഡന്റ് ആയാൽ കിട്ടും. യെസ്. അപ്പൊ നോക്കാം മക്കളെ, നിങ്ങൾ ഇതിന്റെ 5 പോയിന്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. മക്കളെ എത്ര ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്? ഫസ്റ്റ് വൺ ആണ് ഹോൾ ലൈഫ് പോളിസി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ക്ലെയിം അടച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതിന്റെ എമൗണ്ട് കിട്ടുക, ആള് മരിച്ചിട്ട് മാത്രം. യെസ്, ആഫ്റ്റർ ഡെത്തിന് മാത്രം നമുക്ക് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹോൾ ലൈഫ് പോളിസി. അപ്പൊ എന്തായിരിക്കും എൻഡോമെന്റ് പോളിസി? എൻഡോമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ പീരീഡ് കഴിയുമ്പോൾ കിട്ടും, അല്ലെങ്കിലോ മരിച്ചാൽ കിട്ടും. വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുക അപ്പോഴാണ് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. കാരണം 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ധാരാളം. കിട്ടില്ല. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ട്നേഴ്സിനൊക്കെ എടുക്കാം അല്ലെ. അപ്പൊ ഒരാൾ എത്തിപ്പോയാൽ അടുത്ത ആൾക്ക് സർവൈവ് ചെയ്യുന്ന ആൾക്ക് പൈസ കിട്ടും, ജോയിന്റ് ലൈഫ് പോളിസി. അടുത്താണ് ആന്വിറ്റി പോളിസി. ആന്വിറ്റി പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പെൻഷൻ പോലെ കിട്ടാൻ വേണ്ടി, നമ്മൾ ആഫ്റ്റർ ഒരു 60 ഇയേഴ്സ് കഴിയുമ്പോൾ പെൻഷൻ പോലെ കിട്ടാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും, ആന്വിറ്റി പോളിസി. ഇനി ചിൽഡ്രൻ എൻഡോമെന്റ് പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാരേജ് പർപ്പസിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഭാവിയിൽ എന്നെ എടുത്തു വെക്കുന്ന ഇൻഷുറൻസ് ആണ് എന്താണ് ചിൽഡ്രൻ എൻഡോമെന്റ് പോളിസി. മക്കളെ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ? അതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡബിൾ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. എന്താ ഡബിൾ ഇൻഷുറൻസ്? ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കാം അല്ലെ, നമ്മുടെ നമുക്ക് എന്തോ വരാനിരിക്കുന്നു, നമ്മൾ മുന്നോട്ട് ഒരെണ്ണം കൊണ്ട് എന്താവാനെന്ന് ഒരെണ്ണം പോരാ, ഒന്നോ രണ്ടോ എണ്ണൊക്കെ എടുക്കുന്നതിനാണ് ഡബിൾ ഇൻഷുറൻസ്. അതായത് ഞാനിപ്പോ ഇൻഷുറൻസ് എടുത്തു, എനിക്ക് തോന്നി അത് പോരാ, ഇനി എടുക്കണം അല്ലെ. അപ്പൊ രണ്ടാമത് വീണ്ടും പ്രോപ്പർട്ടിക്ക് വീണ്ടും ഇൻഷുറൻസ് എടുത്താൽ ദാറ്റ് ഈസ് ഡബിൾ ഇൻഷുറൻസ്. അപ്പൊ എന്തായിരിക്കും റീ ഇൻഷുറൻസ്? റീ ഇൻഷുറൻസ് പറയുമ്പോ ഞാൻ എന്റെ പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുത്തു, അത് വലിയൊരു എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അത് ബാധ്യതയാണെന്ന് കണ്ടിട്ട് ആ ഇൻഷുറൻസ് കമ്പനി വേറെ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ റീ ഇൻഷുറൻസ്. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടത്തെ രണ്ടാമത്തെ ഇൻഷുവേർഡ് ഞാൻ തന്നെ ആയിരിക്കും. ഇവിടത്തെ രണ്ടാമത്തെ ഇൻഷുവേർഡ് ആദ്യം എടുത്ത ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരാള് തന്നെയാണ് 2 ഇൻഷുറൻസ് എടുക്കുന്നത്. ഇവിടെ ഞാനൊരു കമ്പനി പോയി ഇൻഷുറൻസ് എടുത്തു, ആ കമ്പനിക്കാരൻ വിചാരിക്കും ഇയാൾ ഞാൻ ആ തട്ടിപ്പോയ എന്റെ പൈസ പോലെ അയാൾ വേറെ കമ്പനി പോയി ഇൻഷുറൻസ് എടുത്തു. റീ ഇൻഷുറൻസ് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കുക. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ ആരാണ് ഇൻഷുവേർഡ് ആണ് 2 പ്രാവശ്യം ഇൻഷുറൻസ് എടുക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇൻഷുറൻസ് കമ്പനിയാണ് രണ്ടാമത്തെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക. അത് ക്ലിയർ ആണെന്ന് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഡബിൾ ഇൻഷുറൻസ് ആണ് എന്താണ് കോമൺ ചോദിച്ച് കണ്ടേക്കണം കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് സർവീസ് ആണ് ടെലികോം സർവീസ്. ശ്രദ്ധിക്കുക, ടെലികോം സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോൺ ചെയ്യണം. അപ്പൊ ക്ലാസ് പോണ്ടേ, നെറ്റ് വേണ്ടേ അല്ലേ? അപ്പൊ ഇതിലെന്താണ്, നമുക്ക് കുറച്ചും കൂടി ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സർവീസ് ആണ് ടെലികോം സർവീസസ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും റിലയബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് സഹായിക്കുന്ന കുറച്ച് ടൈപ്സുകൾ ഉണ്ട്. എന്തിനാണ് മൊബൈൽ യൂസ് ചെയ്യാൻ, റേഡിയോ പേജിംഗ് സർവീസസ്, അലേർട്ട് കൊടുക്കാൻ വേണ്ടി. സയന്റിഫിക് കാൽക്കുലേറ്റർ നെക്സ്റ്റ് അടുത്തത് എന്താണ്, ഫിക്സ്ഡ് ലൈൻ സർവീസസ്. അതായത് നമുക്ക് ലാൻഡ് ലൈൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിക്കൽ ഫൈബർ അതും ഒരു വഴിയായിട്ട് തുടങ്ങി അല്ലെ, നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി. ടിവി കാണുന്നവര് വളരെ കുറവാണ്, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സീരിയൽ വെച്ചാലേ ഉള്ളൂ. ചേട്ടൻ ചേച്ചിക്ക് നോക്കി അറിയാം, അവരാരും ആ ടിവിയുടെ വഴിക്ക് തന്നെ പോകാറില്ല, ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് കേബിൾ ആണെങ്കിൽ എന്താണ് വൺ വേ പരിപാടി ആയിട്ട് നമുക്ക് എന്താണ് എന്റർടൈൻമെന്റ് തരണമെങ്കിൽ കേബിൾ സർവീസ് ആണ്. നെക്സ്റ്റ് ആണ് വിസാറ്റും DTH. നിങ്ങൾ പഠിച്ചു വെക്കുക. വിസാറ്റിന്റെ ഫുൾ ഫോം ഉറപ്പായിട്ടും പഠിക്കണം.
വെരി സ്മോൾ അപ്പച്വർ ടെർമിനൽ സർവീസ്. ദാറ്റ് മീൻസ് എന്താണ്, ഹോസ്പിറ്റൽസിലോ ഇതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും കുറച്ചും കൂടി എന്താണ് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം എന്താണ്, ഒരു സർവീസ് ആണ് VSAT. നമ്മുടെ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്, കുറച്ചും കൂടി ചീപ്പാണ്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ മൂവ് ചെയ്യാൻ പറ്റും. DTH എന്ന് പറയുമ്പോൾ ഇത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് എന്റർടൈൻമെന്റ് വരുന്ന വീഡിയോ കോൺ DTH എന്ന് പറഞ്ഞിട്ട് ഒരു അതന്നെ. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ യെസ്. ഓക്കെ, അപ്പൊ ഇതേപോലെ DTH എന്ന് പറയുമ്പോൾ മക്കളെ നമുക്ക് കേബിൾ സർവീസിന് പകരം സാറ്റലൈറ്റ് സർവീസ് തരാം. അത് തന്നെ എന്റർടൈൻമെന്റ് പരിപാടി. നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാവല്ലോ, DTH ഉണ്ടാവുമല്ലോ, ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത് VSAT എന്താണെന്ന് പഠിക്കുക. ഇത് രണ്ടും ലാസ്റ്റ് രണ്ടെണ്ണം സാറ്റലൈറ്റ് ബേസ്ഡ് സർവീസ് ആണെന്ന് പഠിക്കുക. VSATന്റെയും DTHന്റെയും ഫുൾ ഫോം പഠിച്ചു വെക്കുക. സെറ്റ് ആണ് കേബിൾ ടി വി ആകുമ്പോ ലൈൻ വലിച്ചു കൊണ്ടുവരും, ഡിഷ് ആകുമ്പോ ഒരു ആന്റിന്റെ അടുത്ത് മുകളിൽ വെച്ചാൽ മതി, അതിൽ കൂടെ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും അല്ലെ. മഴ വന്നാ അടിച്ചു അതൊരു കാര്യം. ചിലപ്പോ തുരുമ്പെടുത്ത് പോകും. എക്സ്പീരിയൻസ് അങ്ങനെ മാറ്റി. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം മക്കളെ. അതിന് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, കുറച്ച് ടാസ്ക് വരാം. പക്ഷെ ശ്രദ്ധിക്കുക, 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എസ്സേക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതന്നെ, ഇൻഷുറൻസിന്റെ കാര്യം, ബാങ്കിന്റെ കാര്യം പഠിക്കുക. ഒരുപാട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 1 വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സാറേ. മൂവിംഗ് ടു 1 വേർഡ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹൂ ഈസ് ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പേഴ്സണെ പറയുന്ന പേരെന്താണ്? ചിലപ്പോ എന്റെ പേര് പറയും, ഞാൻ ഇൻഷുർ കറക്റ്റ് അല്ലേ? കുറെ പേര് ആലോചിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്, കൈവശിക്കാൻ ചേടാ. യെസ്, ഓക്കെ, അപ്പൊ ഇൻഷുർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് the bank supervisors control regulate the activities of all commercial banks of the country is. ഏത് ബാങ്കാണ്? എന്താണ്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനെയും സൂപ്പർവൈസ് ചെയ്യാ, കൺട്രോൾ ചെയ്യാ. അത് ഏത് ബാങ്കാണ് മക്കളെ? ഇർഫാനെ പറ. സെൻട്രൽ ബാങ്ക്. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത നോക്കാം. Which one of the following is not a form of e-banking services? നമ്മൾ പറഞ്ഞ e-banking ഏതൊക്കെയാണെന്ന് നോക്കണം. ബാങ്കിങ്ങിന്റെ സർവീസ് അല്ലാത്തതാണ് മക്കളെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. സാറെ വിളിച്ചോളൂ, ആൻസർ പറയൂ. ചെക്ക്. ബാക്കി എല്ലാം ഈ ബാങ്കിന്റെ സർവീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഇനി എന്താണ്, 6th പോവാട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്, അധികം വലിയ മാർക്കിലേക്ക് ചോദിക്കാറില്ല. ബിസിനസ് എത്തിക്സ്. പക്ഷെ 4ഉം 3ഉം മാർക്കിനൊക്കെ ഒരുപാട് 5 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ചാപ്റ്റർ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? മക്കളെ, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ വാല്യൂസും ഒബ്ജക്റ്റീവ്സും കൺസിഡർ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് ചൂടെ സിമ്പിൾ അല്ലേ? ഡെഫിനിഷനോ മീനിങ്ങോ എന്തായാലും 2 മാർക്ക് പഠിച്ചു. എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ചെയ്തു കൊടുക്കുക. അതല്ലേ ഷോൺ സാറിനെ പോലെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ആർഗ്യുമെന്റ്സിലേക്ക് പോകാൻ സാറേ. അതെ, ആർഗ്യുമെന്റ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാ? ഒന്നാമത് പറയാണ് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. അല്ലെ, ഒരു കമ്പനി നിലനിൽക്കാനും അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനുമായിട്ട് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആദ്യത്തെ കാര്യം പറയണം. വേണ്ടേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ആൾക്കാരെ ആരെയും മൈൻഡ് പോലും ചെയ്യാനുള്ള കമ്പനിയുടെ ഇഷ്ടത്തിന് മാത്രം കെമിക്കലോ അതൊക്കെ കുത്തി കയറ്റി, അതെ, എന്താ സമൂഹത്തിനും പരിസ്ഥിതിക്കും ഒക്കെ ദോഷം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 2 ദിവസം കഴിയുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ അടിച്ചു തകർക്കും. അപ്പൊ അതാണ് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഗ്രോത്ത് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം. അധിക കാലത്തേക്ക് ഒരു കമ്പനിക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് ഇൻ ദ സെൻസ് വാട്ട്, ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ കയറുക, ആ കമ്പനി കുറച്ചും കൂടെ ഒന്ന് തഴച്ചു വളരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് എന്താ? അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ്. നിങ്ങളൊന്ന് ആലോചിക്കേ, സമൂഹത്തിനോട് ഒരുപാട് നല്ലത് ചെയ്യുന്ന കാര്യങ്ങളെ ആരെയും ഗവൺമെന്റ് അധികമൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഒരുപാട് സ്കൂളും ഹോസ്പിറ്റലും അതൊക്കെയാണ് ഈ കുറെ ആസാദിമാരുണ്ടല്ലോ, പറയാൻ പാടില്ല, അവരൊക്കെ എന്താ ചെയ്യണേ, എല്ലാവർക്കും സ്കൂള് ഹോസ്പിറ്റൽ അത് ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ നേരത്ത് ഗവൺമെന്റിന് അവരെന്തെങ്കിലും കളക്കടത്ത് എല്ലാവരും ഒന്നും മിണ്ടില്ല, അവർ കണ്ടില്ലാതെ വെക്കും എന്ന് പറയുന്ന പോലെ ഒരു കമ്പനി ഒരുപാട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ജോലി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കള്ളത്തരം ചെയ്താലും ഗവൺമെന്റ് അധികം റെഗുലേഷനിലേക്ക് ചെല്ലില്ല. പിന്നെ എന്താണ് മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി, അല്ലെ, നമ്മുടെ സമൂഹത്തിന് നല്ലൊരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറയുന്ന എല്ലാ കമ്പനികളും ബാധ്യസ്ഥരാണ്, അതും റെസ്പോൺസിബിലിറ്റി ആണ്. ലാസ്റ്റ് പോയിന്റ് പറയണം ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യാൻ സാഹചര്യമായിട്ട്
എല്ലാ രീതിയിലും ഒരുങ്ങുന്ന ഒരു എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റിനും വേണം. എല്ലാവരും സഹകരിക്കണം, എല്ലാ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ വേണം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതെല്ലാം എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാർട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്ന പോയിന്റ്സ് ആണ്, വേണ്ട എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫേവറബിൾ പറയുമ്പോഴും അതുപോലെ എന്താണ് അതിനെ അനുകൂലിക്കുന്ന പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഇത് എഴുതി വെക്കുക. ആർഗ്യുമെന്റ്സ് ഫോർ ഫേവറബിൾ വേണമെന്ന് പറയുന്ന പോയിന്റ്സ് 4 പഠിക്കണോട്ടാ. നെക്സ്റ്റ് അടുത്തതാണ് ആർഗ്യുമെന്റ്സ് അഗെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, വേണ്ട എന്ന് പറയുന്ന പോയിന്റ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ് നമുക്ക് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ് സാറേ? പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പറയുമ്പോൾ സംഭവിക്കും, ലാഭം കുറയും. നോക്കണം, ഈ കെമിക്കൽ ഉപയോഗിച്ചാൽ എനിക്ക് 10 രൂപയ്ക്ക് കാര്യം നടക്കും, മറ്റേതാണെങ്കിൽ നഷ്ടമാണ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി കൂടുന്നത് നമ്മൾ എന്ത് കുറയും? ലാഭം കുറയും. അപ്പൊ അതിനെതിരെയാണ്. നെക്സ്റ്റ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉണ്ടാക്കുമ്പോൾ ആരുടെ കയ്യിൽ പോകുന്നത്? കൺസ്യൂമർ ചെലവാക്കും അല്ലെ? അപ്പൊ കൺസ്യൂമറിന്റെ കയ്യിലുള്ള ഗുഡ്സിന്റെ പ്രൈസ് കൂടും. അപ്പൊ അത് കൺസ്യൂമേഴ്സിന്റെ ബേർഡൻ ആണ്. നെക്സ്റ്റ് എന്താണ് ഒരു ബിസിനസ്മാന് സൊസൈറ്റിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കുറവായിരിക്കും. അതുപോലെ പബ്ലിക്കിന്റെ സപ്പോർട്ടും കുറവായിരിക്കും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട എന്നാണ് പറയുന്നത്. ഇതും നിങ്ങൾ പഠിക്കണം. 4 പോയിന്റ്സ് പഠിക്കണം. ശ്രദ്ധിക്കുക മക്കളെ, 2 ടൈപ്പ് ആർഗ്യുമെന്റ്സ് ആ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്ന പോയിന്റ്സ്, രണ്ടാമത്തത് വേണ്ട എന്ന് പറയുന്ന പോയിന്റ്സ്. ഇത് രണ്ടും ക്ലിയർ ആണെന്ന് റിവിഷൻ കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? 4 വെച്ച് പഠിച്ചോളൂ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലനേഷനും പഠിക്കണം. നെക്സ്റ്റ് ആണ് മാറിപ്പോകരുത്, കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏതൊക്കെ രീതിയിൽ നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കാം? എക്കണോമിക്. എന്താ എക്കണോമിക്? കൈവസി പറഞ്ഞല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ? ഞാനിപ്പോ ബിസിനസ് തുടങ്ങി, ഞാൻ ഗുഡ്സ് ഉണ്ടാക്കുന്നു. എന്താ ഗുഡ്സ് ഉണ്ടാക്കണം? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട ഗുഡ്സ് ഉണ്ടാക്കാം. എന്ത് ചെയ്യണം? കുറച്ച് ലാഭത്തിന് വിൽക്കാം. അപ്പൊ സൊസൈറ്റിക്ക് വേണ്ട ഗുഡ്സ് ഉണ്ടാക്കി ലാഭത്തിന് ഞാൻ വിറ്റാൽ അതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ്. ദാറ്റ് ഈസ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. എന്താ ലീഗൽ റെസ്പോൺസിബിലിറ്റി? ലീഗൽ എന്ന് പറയുമ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം? ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ കൺട്രിയുടെ നിയമം അനുസരിക്കാം അല്ലെ? നെക്സ്റ്റ് ആണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാവർക്കും വേണം. ദാറ്റ് മീൻസ് ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും കസ്റ്റമേഴ്സിന് എന്താണ് കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ പാടില്ല. നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക. അധികമായിട്ട് അതന്നെ പ്രൈസ് അധികം ചാർജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മായം ചേർത്ത പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല. ഇനി അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ ആളുകളെ മാത്രം ഏതെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിലീജിയസിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി മോറലി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി മാറിപ്പോകരുത്. ക്ലിയർ മക്കളെ? എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. 1 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് വൺ ആണ് ഡിസ്ക്രിഷണറി. അതായത് നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നമ്മൾ ചെയ്തില്ലെങ്കിൽ. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചാരിറ്റിക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാം, ഏതെങ്കിലും ഡൊണേഷന് ഫണ്ട് കൊടുക്കാം. ബിസിനസ്മാന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ആദ്യത്തെ 3 ചെയ്തില്ലെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും നടപടി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. സോ ഇറ്റ് ഈസ് വോളണ്ടറി ആണ്. ബിസിനസ്മാന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡിസ്ക്രിഷണറിയിലേക്ക് പോയാൽ മതി. സെറ്റ് ആണ് കൈവിശി കാണിച്ചേ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് 1 വേർഡ് അല്ലെങ്കിൽ എന്താണ് മാച്ച് ദ ഫോളോയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കും ഇതും തമ്മിൽ മാറിപ്പോകരുത്. ശ്രദ്ധിച്ചു വായിച്ചോ. ഇത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി പഠിക്കാൻ പോകുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് അല്ലെ? റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. അതെന്ത് ചെയ്യാ? ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവർ നമ്മൾ എങ്ങനെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം? ഒന്നാമതായിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് റിട്ടേൺ കൊടുക്കാം അല്ലെ? ഡിവിഡൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് സേഫ്റ്റി കൊടുക്കുക, പിന്നെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ പറഞ്ഞു കൊടുക്കാം, നമ്മുടെ തീരുമാനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് എന്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി. 2 പോയിന്റ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം വർക്കേഴ്സിനോട്? ഒന്നാമതായിട്ട് സാലറി കൊടുക്കണം. സാറെ കിട്ടില്ലേ? അപ്പൊ നോക്കാം എന്താണ് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, സാലറി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതേപോലെ അടിമുടിയൊക്കെ വളർത്തിക്ക് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ്? എനിക്കിത് എന്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ പഠിക്കണം കൊടുക്കുക.
നെക്സ്റ്റ് എന്താണ് എല്ലാ എംപ്ലോയീസിനോടും ഫെയർ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെ. ഷോൺ സാർ കുറച്ച് ബുദ്ധി കുറവാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമുണ്ട് സാറേ? ഇല്ല, നമ്മൾ പുള്ളിക്കാരനെ പരിഗണിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ എന്നാണ് കുറച്ച് നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് നല്ല കണ്ടീഷൻ കൊടുക്കുക, ഫെയർ വേജസ് കൊടുക്കുക, പേഴ്സണൽ ഗ്രോത്തിന് അവസരം കൊടുക്കുക, എല്ലാവരോടും ഒരുപോലെ ഡീൽ ചെയ്യാം. സെറ്റ് അല്ലേ? ഓക്കെ, ഇപ്പൊ സാർ പറയും മൊത്തം ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയാം റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എന്താണ് കൺസ്യൂമേഴ്സ്. സപ്ലൈ റൈറ്റ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുഡ്സ് നല്ല സാധനം കൊടുക്കണ്ടേ? വേണം. സപ്ലൈ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നല്ല രീതിയിലുള്ള വസ്തു ഉണ്ടാവണം. 500 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 200 ഗ്രാം കൊണ്ട് കൊടുക്കുന്ന സാധനം. അതെ, അടുത്ത പറയുന്നത് എന്താ? റെസ്പോൺസിബിൾ പ്രൈസസ് ഫോർ ഗുഡ്സ്. ഗുഡ്സ് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഇൻഫർമേഷൻ കൊടുക്കുക. ഇപ്പൊ പ്രൊഡക്റ്റ് വരുമ്പോ എല്ലാ ഡീറ്റെയിൽസും പറയണം. നിങ്ങൾ എപ്പോഴെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ ബാക്കി വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചോക്കണ്ട, ഡേറ്റ് ഒക്കെ വെക്കും അല്ലേ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യും മക്കളെ? കറക്റ്റ് ക്വാളിറ്റി കൊടുക്കുക, കറക്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കുക, പ്രൈസ് റീസണബിൾ ചാർജ് ചെയ്യുക, അതുപോലെ ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇതാണ് കൺസ്യൂമേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി. ഏതെങ്കിലും 3 പോയിന്റ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആണ് സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഗവൺമെന്റിനോട് പറയുമ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ നിയമങ്ങൾ കറക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടച്ചു കൊടുക്കുക. ഇനി കമ്മ്യൂണിറ്റി ആണെങ്കിൽ നല്ല സിറ്റിസൺ ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. നിങ്ങൾ അത് നോക്കി വെക്കുക. മെയിൻ ആയിട്ട് നോക്കേണ്ടത് എംപ്ലോയീസിന്റെയും അതുപോലെ വർക്കേഴ്സിന്റെയും വരുന്ന റെസ്പോൺസിബിലിറ്റി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഗസ്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റിന് പോകുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. അറിയാലോ അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സാധനമാണ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ലാൻഡ് പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്. അപ്പൊ എന്താ എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള എന്താണ് ഒക്കെ നമ്മൾ എമിറ്റ് ചെയ്യുക, അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ എന്താ വാട്ടർ പൊല്യൂഷൻ? ഡേർട്ടി ആയിട്ടുള്ള വാട്ടേഴ്സ് ഒക്കെ റിവറിലേക്ക് ഡംപ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ. എന്താ ലാൻഡ് പൊല്യൂഷൻ? ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലാൻഡിലേക്ക് ഡീഗ്രേഡ് ചെയ്യാത്ത വേസ്റ്റുകൾ ഡംപ് ചെയ്യുകയാണെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ. അപ്പൊ നോയിസ് പൊല്യൂഷൻ ഈ 4 എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എയർ പൊല്യൂഷൻ വേണമെങ്കിൽ ഏലൂര് ഭാഗത്തുള്ള എറണാകുളം ഭാഗത്തുള്ള FSCT ഫാക്ട് പറയാം. വാട്ടർ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ചാലക്കുടി പുഴയില്. ലാൻഡ് പൊല്യൂഷൻ ബ്രഹ്മപുരം പ്ലാന്റ് പറയാം. നിങ്ങൾക്ക് നോയിസ് പൊല്യൂഷൻ വേണ്ടിട്ട് എന്താ പറയാം? എറണാകുളം സിറ്റി തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്തായാലും പഠിക്കണം, അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്തത് എത്തിക്സ് ആണ്. ബിസിനസ് എത്തിക്സ് മക്കളെ 1 വേർഡ് ചോദിക്കും. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ബിസിനസ് എത്തിക്സ് ആണ്. അതുപോലെ എന്ത് പറയും? മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയട്ടെ മക്കളെ. ബിസിനസ് എത്തിക്സ് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. അതിന് എലമെന്റ്സ് ആയിട്ട് നിങ്ങൾ 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഒന്നാമതായിട്ട് എത്തിക്സ് കാണിക്കട്ടെ സാറേ. ടോപ്പ് മാനേജ്മെന്റ് ഒരു കമ്മിറ്റ്മെന്റ്. എത്തിക്സ് ഇല്ലെങ്കിൽ നമ്മൾ എത്തിക്കലാവില്ല അല്ലെ സാറേ? അതെ, എത്തിക്സ് ആണെങ്കിൽ നമ്മൾ എത്തിക്സ് ആവുള്ളൂ. അപ്പൊ എത്തിക്സ് ആദ്യം കാണിക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം? എത്തിക്സിന് വേണ്ടി ഒരു കോഡ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാം അല്ലെ? യെസ്. നെക്സ്റ്റ് ആയിട്ട് എന്താണ്? എത്തിക്സിന് വേണ്ടിയിട്ട് എവിടെയാണ് എത്തിക്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു കംപ്ലൈന്റ് മെക്കാനിസം. ഇനി നമ്മൾ മാത്രം എത്തിക്സ് ആയാൽ മതിയോ? പുള്ളിക്കാർക്ക് ശരിയാവോ? ഇല്ല. അപ്പൊ എന്താണ്? എല്ലാ എംപ്ലോയീസിനെ കൊണ്ടാണ് എത്തിക്സിലേക്ക് വരുത്തിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എത്തിക്സിന്റെ ഒക്കെ മൊത്തം റിസൾട്ട് അങ്ങോട്ട് മെഷർ ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ എത്തിക്സിൽ വരുന്ന എലമെന്റ്സ് 4 പോയിന്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചിരിക്കണം. ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, കംപ്ലൈന്റ് മെക്കാനിസം വേണം, എല്ലാ എംപ്ലോയീസും അതുപോലെ റിസൾട്ട് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ 6th ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ മക്കളെ നാളെ അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. വരുന്നു സാർ കയറണോ? കയറുന്നില്ല. ഓക്കെ, മക്കളെ നാളെ കൊളേഴ്സ് ക്ലാസ് ഞാൻ പറയാനായിട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ 6th ചാപ്റ്ററിന്റെ ടാസ്ക് കൊടുക്കാം സാറേ. ഓക്കെ, 6th ചാപ്റ്റർ ടാസ്ക് ആണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക മക്കളെ. ടാസ്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് മായം ചേർത്ത ഗുഡ്സ് വിറ്റാൽ അത് ഏത് റെസ്പോൺസിബിലിറ്റിക്ക് എതിരാണ് മക്കളെ? വേഗം ഇത്രയും കയ്യുള്ള വേഗം വേഗോട്ടെ. അലക്സെ ആൻസർ പറയടാ. എന്താണ് ലീഗലാ എത്തിക്കലാ ഒന്നായിക്കോല അലക്സിന്റെ ഔട്ടാണ് മക്കളെ. 50 പറഞ്ഞേക്കാം. അതിൽ ഏതാ ആൻസർ വന്നേ?
എത്തിക്കലാണ് അല്ലെ മക്കളെ, എത്തിക്കലാണ്. അതായത് എന്താണ് മായം ചെയ്ത ഗുഡ്സ് വിൽക്കുക, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുക. പറഞ്ഞു ശരിയാണ്. കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ ഇത് പക്ഷെ ലീഗല് വരാത്തത് എന്തുകൊണ്ടാ? നിയമം അല്ലെ, നമ്മളത് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താലേ ലീഗൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ചേഞ്ച് ആവുള്ളൂ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കസ്റ്റമേഴ്സിന് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര പ്രൈസ് ചാർജ് ചെയ്യുക, അഡൾട്ടുകളുടെ ഗുഡ്സ് വിൽക്കുക, ഇതൊക്കെ എന്താണ് മക്കൾ, ഇത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒരു മാച്ച് ഫോളോ കൊടുത്തല്ലോ സാറേ. യെസ്, എയും ബിയും കൂടി വേഗം മാച്ച് ചെയ്യുക. ഇത് ഫുൾ ആയിട്ട് കിട്ടുന്നവർ വേഗം ഹാൻഡിൽ ചെയ്യാം കേട്ടോ. വേഗം എയും ബിയും മാച്ച് ചെയ്യുക. ഫുൾ ആയിട്ട് കിട്ടിയവർ വേഗം ഹാൻഡിൽ ചെയ്യാം. ഒട്ടും സമയമില്ല, വേഗം ആട്ടെ. കിട്ടിക്കഴിഞ്ഞ സാറേ ഫസ്റ്റ് വിളിച്ചേ. ലിയാനെ, റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെന്റ്. ഏതാണ് ഫസ്റ്റത്തത്? റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെന്റ്. ഇവരൊന്ന് സൗണ്ട് പറഞ്ഞു മനസ്സിൽ പക്ഷേ കേട്ടോ. നെക്സ്റ്റ് മിഥുൻ പറയടാ. യെസ്, ഗുഡ് ഈവനിങ്. പേയ്മെന്റ് ഓഫ് ടാക്സ് കറക്റ്റ് ആൻസർ ആണ്. റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെന്റ്, പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഓണേഴ്സ്. സാറേ നെക്സ്റ്റ് ഇമ്മാനുവലെ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഓണേഴ്സ് പറ. യെസ്, ഗുഡ് ഈവനിങ്. എനിക്കില്ലേ ഗുഡ് ഈവനിങ്? ഞാനിവിടെ പോകയായിരുന്നു. ആയിക്കോട്ടെ, ചോദിച്ചാൽ ഓക്കെ പറ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, റിട്ടേൺ കൃത്യമായിട്ട് എന്ത് കൊടുക്കുക, ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് റിട്ടേൺ കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ് സാർ. നെക്സ്റ്റ് അടുത്തത് മഹേശ്വർ പറയടാ. റെസ്പോൺസിബിലിറ്റി ടു കസ്റ്റമേഴ്സ്. സൗണ്ട് ഇല്ല സാർ. നെക്സ്റ്റ് ദേവിക വിളിച്ചോ. ദേവിക പറഞ്ഞോ. ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെ, ഇതിനടുത്തത് റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ്. സാർ നെക്സ്റ്റ് തീർത്ഥന വിളിച്ചോ. തീർത്ത എംപ്ലോയീസിന്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി വേണ്ട. ഫെയർ വേജസ് അല്ലെ. അപ്പൊ മക്കളെ ഇത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സാറേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിച്ച് വായിക്കാം. Respecting the religious sentiments of people while advertising a product is an example of that responsibility of a business. അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോ നമ്മൾ റിലീജിയസ് സെന്റിമെന്റ്സിന് എന്താണ് നമ്മൾ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തരം റെസ്പോൺസിബിലിറ്റി ആണ്? വേഗം ആൻസർ പറയൂ മക്കളെ. ആകെ 2 പേർ കിട്ടിയുള്ളൂ. നാളെ ചോദിക്കേ. അഡ്വർടൈസ്മെന്റ് എടുക്കുമ്പോ ഒരു മതത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യാ, വിഷമിപ്പിക്കുക. അതെന്താവും പ്രശ്നവും ലാസ്റ്റ് അല്ലേ? വിളിച്ചോ. അമൽ. ഏതാണ്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഉറപ്പിച്ച മക്കൾ അത് മാറ്റി പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാ. അപ്പൊ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററും ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം സാറേ? ബ്രേക്ക് ആണല്ലേ? പറഞ്ഞിട്ട് ബ്രേക്ക് രക്ഷയില്ല. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക. നാളെ മോർണിംഗിൽ നമുക്ക് എന്താണ് ഡൗട്ട് ക്ലിയറൻസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നാളെ ഈവനിങ് അക്കൗണ്ട്സ് ക്ലാസ് മറക്കരുത്, ഇല്ലെങ്കിൽ എന്റെ പഠിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. നാളെ മോർണിംഗിൽ ഡൗട്ട് ക്ലിയറൻസിന്റെ ക്ലാസ് കൃത്യം 6 മണി to 7 അല്ലേ സാറേ? 7:30 വരെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഡൗട്ട് ക്ലിയറൻസിന്റെ ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധമായിട്ട് കയറണം. എന്താ ചെയ്യാം, നമുക്ക് ഇനി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ തൽക്കാലം 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അക്കൗണ്ടൻസിന്റെ ക്ലാസ്സിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ, വേഗം തിരിച്ചു വരാം. വീഡിയോ ഓൺ ചെയ്യാം. സീറ്റിൽ വന്നിരിക്കുക. നമുക്കിനി 2 ചാപ്റ്റർ കൂടി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 2 ചാപ്റ്റർ പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക മക്കളെ. വീണ്ടും ഒരു എസ്സേക്ക് ചാൻസ് ഉള്ള ചാപ്റ്റർ വന്നേക്കാണ്. ഫോർമേഷൻ ഓഫ് കമ്പനി ചാപ്റ്റർ 7 വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക മക്കളെ. വീഡിയോ ഓൺ ആക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ വേഗം വീഡിയോ ഓൺ ആക്കാം. നമുക്ക് 8:30 വരെ ക്ലാസ് ഉള്ളൂ. അല്ല സാറേ, 8:30 വരെ ക്ലാസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ വേഗം തന്നെ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്ലാസ് വേഗം കഴിഞ്ഞാൽ നമുക്ക് വേഗം ലീവ് ചെയ്യാം. അപ്പൊ വേഗം ശ്രദ്ധിക്കുക, വേഗം വീഡിയോ ഓൺ ആക്കാം കേട്ടോ. വൈകിപ്പിക്കരുത്, വേഗം വീഡിയോ ഓൺ ആക്കാം. പേര് വിളിക്കണോ ഇനി? കേട്ടല്ലോ. യെസ്, ഓക്കെ. നോക്കാം മക്കളെ. ഫോർമേഷൻ ഓഫ് കമ്പനിയുടെ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. 2 ടൈപ്പ് കമ്പനി ഉണ്ട് സാറേ. ഏതൊക്കെയാണ്? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. ശ്രദ്ധിക്കുക, പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും 2 സ്റ്റെപ്പ് ഉണ്ട്. അതായത് 2 സ്റ്റെപ്പാണ്, വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കുക. ആദ്യം എടുക്കുന്നത് ഇത് പബ്ലിക് കമ്പനിയുടെ സ്റ്റെപ്പാണ്. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ പ്രൊമോഷൻ വരും, ഇൻകോർപ്പറേഷൻ വരും, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ വരും, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പൊ 4 സ്റ്റെപ്പും എവിടെയുണ്ട്? പബ്ലിക് കമ്പനിക്ക് ഉണ്ട്. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിലേക്ക് വരുമ്പോൾ ഏത് സ്റ്റെപ്പ് ഇല്ല?
സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇല്ല. ഓക്കെ അല്ലേ? പ്രൈവറ്റ് കമ്പനിക്ക് അപ്പൊ എന്തില്ല? സബ്സ്ക്രിപ്ഷൻ ഓഫ് കാരണം എന്താ ക്യാപിറ്റൽ. പ്രൈവറ്റ് കമ്പനി ചിലപ്പോ ഞാനും ടീച്ചറും യെസ്, വേറെ ആരും ആരും മേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ, പ്രോസ്പെക്ടസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രൈവറ്റ് കമ്പനി നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. തേർഡ് സ്റ്റെപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ എന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടില്ലെങ്കിൽ എന്താണ് ഒരു ഡയഗ്രം തന്ന് ചോദിക്കും. ഏതൊക്കെയാണ് ഫോർമേഷന്റെ സ്റ്റെപ്പ്? ഫോർമേഷന് പബ്ലിക് കമ്പനി ആണെങ്കിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആരാണ് പ്രൊമോട്ടർ? ചോദിക്കാം. ആരാ മക്കൾ പ്രൊമോട്ടർ? ആരാ നോക്കി, ആരാ പറഞ്ഞു, ആരാ? അപ്പൊ എന്താണ്? The person or group of person or even a company to take initiative to form a company. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മുൻകൈ എടുത്തില്ലേ അല്ലേ? നമ്മുടെ മുകേഷ് അംബാനി അല്ലേ സാറേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തില്ലേ? നമുക്ക് എന്ത് പറയാം? പ്രൊമോട്ടർ എന്ന് പറയാം. അപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഇതുപോലെ ടീച്ചറെ പോലെ എന്നാൽ മുൻകൈ എടുത്ത ആളാണ് പ്രൊമോട്ടർ. ശ്രദ്ധിക്കുക, പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റ് എങ്കിലും വിത്ത് എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചിട്ടുണ്ടായിരിക്കണം. 5 എണ്ണെങ്കിലും പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെ? ഏതാണ് അവസരം? എവിടെ നമ്മൾ ബിസിനസ് ചെയ്ത സക്സസ് ആവുന്ന കണ്ടുപിടിക്കുന്ന പ്രൊമോട്ടർ. രണ്ടാമതോ ഫീസിബിലിറ്റി സ്റ്റഡി, ബിസിനസിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഫീസിബിലിറ്റി നോക്കാം, ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കാം, അതുപോലെ ഫിനാൻഷ്യൽ നോക്കാം, എക്കണോമിക് നോക്കാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അടുത്തെന്താണ്? നെയിം അപ്രൂവൽ. നെയിം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഫേമിന് വേണ്ടി, നമ്മുടെ ബിസിനസിന് വേണ്ടി ഒരു നെയിം നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അപ്രൂവൽ മേടിച്ചെടുക്കണം. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്ന മെമ്മോറാണ്ടം. നമ്മളെ നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. അതിൽ സൈൻ ചെയ്യേണ്ട അതോറിറ്റീസ്, സിഗ്നോറിറ്ററീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 വേർഡ് ചോദിക്കും. മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്ന ആ ആള് ഡയറക്ടേഴ്സിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ഡയറക്ടേഴ്സ് അവരുടെ കൺസെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ സൈൻ മേടിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്താ കൺസെന്റ് ഒക്കെ മേടിച്ച് ആ സിഗ്നേച്ചർ ഒക്കെ മേടിച്ച് വെക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രൊഫഷണൽ ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട്സ് എല്ലാവരെയും അപ്പോയിന്റ് ചെയ്ത് വെക്കാം. അടുത്തതാണ് എന്ത്? നമ്മുടെ പ്രൊമോട്ടർ പോയിട്ട് ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെന്റും പ്രിപ്പയർ ചെയ്യാം. ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് പഠിക്കൂട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻസ് 4 എണ്ണോ 5 എണ്ണോ എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കണം. പഠിക്കുമ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയിലെ 3 സ്റ്റഡി പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് മെമ്മോറാണ്ടം. മക്കളെ എസ്സേ ആയിരിക്കും, ശ്രദ്ധിക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആട്ടോ. അപ്പൊ ആ ഡോക്യുമെന്റ് അകത്ത് എന്തെന്നാ ഉള്ളതെന്നാണ് നിങ്ങൾ നോക്കാൻ പോകേണ്ടത്. മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, കമ്പനിയുടെ ഫസ്റ്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഡോക്യുമെന്റ് എന്ന് പറയും, ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് എന്ന് പറയും. ഇതില്ലാണ്ട് ഒരു കമ്പനി ഇല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും പവേഴ്സും പറയുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. അല്ലെങ്കിൽ കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ള വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. ഇത് നമ്മൾ എന്തൊക്കെ വിളിക്കും? ചാർട്ടർ എന്ന് വിളിക്കും, വിളിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കും. ആദ്യമായിട്ട് കിട്ടിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു തെളിവ് കിട്ടോ? ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം. മെമ്മോറാണ്ടം അസോസിയേഷനുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു 4 സെന്റൻസ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് അതിന്റെ കണ്ടന്റ്സ് പഠിക്കുക. ഇതിന്റെ കണ്ടന്റ്സും എസ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോ ചോദിക്കാം എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിന്റെ ക്ലോസ് അല്ലെ? ചിലപ്പോ ചോദിക്കാം ചിലപ്പോ എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിന്റെ കണ്ടന്റ് ചോദിക്കും. മെമ്മോറാണ്ടത്തിന് മെയിൻ ആയിട്ട് 6 കണ്ടന്റ് ഉള്ളൂ. ഏതൊക്കെ 6 കണ്ടന്റ്? ഫസ്റ്റ് നെയിം ക്ലോസ്. മക്കളെ എക്സ്പ്ലനേഷൻ പഠിക്കണം കേട്ടോ. നെയിം എന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കണം സാറേ? നെയിം എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് ആണെങ്കിലോ ലിമിറ്റഡ് എന്ന് മതി. ഇനി നാഷണൽ ഹീറോസ് ഒക്കെ ആയിട്ട് സാമ്യം കാണിക്കാൻ പാടില്ല. എക്സിസ്റ്റിംഗ് കമ്പനി ആയിട്ട് സാമ്യം കാണിക്കാൻ പാടില്ല. ഇനി അടുത്തതാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡൊമിസിൽ ക്ലോസ്. അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ പ്ലേസ് എവിടെയാണെന്ന് പറയുന്ന ക്ലോസ് ആണ് എന്ത്? സിറ്റുവേഷൻ ക്ലോസ്. അടുത്ത ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ട്, അതാണ് അതിൽ പറയാം. നെക്സ്റ്റ് ലയബിലിറ്റി ക്ലോസ്. എത്ര ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും ആ ലയബിലിറ്റി പറയും. നെക്സ്റ്റ് എന്താണ്? ക്യാപിറ്റൽ ക്ലോസ്. എന്താ പറയാ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എത്രയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ? എത്ര ക്യാപിറ്റൽ വരെ കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ഇനി എത്ര പേരൊക്കെ ക്യാപിറ്റൽ കൊണ്ടുവന്നു അതൊക്കെ പറയും അല്ലെ? നെക്സ്റ്റ് എന്താണ്? അസോസിയേഷൻ ക്ലോസ്. ദാറ്റ് മീൻസ് എന്താണ്? മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ പോകുന്ന ആളുകൾ, ഫസ്റ്റ് ഡയറക്ടേഴ്സ്, ഇവരൊക്കെ എന്താണ്? ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ് വാങ്ങാൻ റെഡി ആണെന്നും ഡയറക്ടേഴ്സ് വാങ്ങാൻ റെഡി ആണെന്നുള്ള എന്താണ് ഡിക്ലറേഷൻ കാണിക്കുന്ന ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. മക്കളെ ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട്
നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു വെക്കുക. കാരണം ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് മെമ്മോറാണ്ടം, അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ക്ലോസുകൾ ഏതൊക്കെയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് മെമ്മോറാണ്ടം എഴുതാം സാറേ, എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ദെൻ അതിന്റെ ക്ലോസുകൾ പിറക്കി എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലോസുകൾ രണ്ടാമത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. സെറ്റ് ആണ് കൈവിശേഷം. എങ്ങനെയാണ് കണ്ടന്റ് കൂട്ടുന്നുള്ള കാര്യങ്ങൾ മറക്കരുത്. പോയിന്റ് എഴുതാം, പിന്നെ പോയിന്റ് ലാസ്റ്റ് പോയിട്ട് പിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തതാണ് അടുത്ത ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. മക്കളെ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിരിക്കും. മെമ്മോറാണ്ടത്തിന്റെ ഒരു ലാർജ് വേർഷൻ ശരിക്കും പറയുകയാണെങ്കിൽ മെമ്മോറാണ്ടം ഫസ്റ്റ് ആണെങ്കിൽ ഇത് സെക്കൻഡറി ആണ് അല്ല, പിന്നെ സെക്കൻഡറി ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും പറയാ, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ ഡ്യൂട്ടി, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് എങ്ങനെ വർക്ക്, ആൾക്കാരുടെ പേര്, അഡ്രസ്, കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ കമ്പനിയുടെ ബൈലോ എന്ന് പറയാല്ലേ, കമ്പനിയുടെ ബൈലോ, കമ്പനി ചട്ടമാണ്, കമ്പനി ഇതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അത് കമ്പനിയുടെ ഇന്റർണൽ മാനേജ്മെന്റിന്റെ റൂൾസും റെഗുലേഷൻസും കമ്പനിയുടെ ഡ്യൂട്ടീസും പവേഴ്സും പറയുന്ന ഡോക്യുമെന്റിനെയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയാ. ശ്രദ്ധിക്കുക, ഇത് ബൈലോ എന്നാ പറയാ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ് പറഞ്ഞ പോലെ എന്താണ്, ആരൊക്കെയാണ് അതിലുണ്ട്, എന്താണ് കമ്പനിയുടെ പേര്, എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഓൾട്ടർ ചെയ്യും, അങ്ങനെ കുറെ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ 5 പോയിന്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കാൻ പോകുന്ന 5 മാർക്കിനെ കുറിച്ച് പറയാൻ പോകുന്നത് മെമ്മോറാണ്ടം എന്താ, ആർട്ടിക്കിൾസിന്റെയും മെമ്മോറാണ്ടത്തിന്റെ ഡിഫറൻസ് ഒരു ഷുവറായ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തോട്ടെ ചോദിക്കുന്നത്. അത് തന്നെ ശ്രദ്ധിക്കാൻ മക്കളെ. അപ്പൊ എന്താണ്, പണ്ട് മുതൽ ഉണ്ടല്ലേ സാറേ, അതെ, സാറ് പഠിക്കുമ്പോണ്ടെങ്കിൽ ഞാൻ പഠിക്കുമ്പോണ്ടാവൂലേ. നോക്കാം, മെമ്മോറാണ്ടം അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. നോക്കിയാൽ നോക്കേ, ഫസ്റ്റ് ആണെന്ത്, ചാർട്ടർ ഓഫ് കമ്പനി. ഇതാണെങ്കിൽ എന്താണ്, ബൈലോ ഓഫ് കമ്പനി. ഇത് ഫണ്ടമെന്റൽ ആണെങ്കിൽ എന്ത് പറയും സാറേ, സബ്സിഡിയറി ആണ്. ഇനി ഇതിൽ എന്താ പറയാ, മെമ്മോറാണ്ടത്തിലാണെങ്കിൽ നെക്സ്റ്റ് അടുത്തത് ഡിഫൈൻ റിലേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡ്. അപ്പൊ ഇവിടെ ആയിരിക്കും പറയാ, കമ്പനി ആൻഡ് മെമ്പേഴ്സ് ആയിരിക്കും. ഇത് കമ്പൽസറി ആണോ സാറേ? അതെ, പിന്നെ ഇല്ലാണ്ട് നമ്മൾ കൊണ്ടുപോയ അടുത്ത് എറിയും അല്ലെ. നെക്സ്റ്റ് ഇത് കമ്പൽസറി അല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ആർട്ടിക്കിൾ എന്ത് യൂസ് ചെയ്യാം, ടേബിൾ യൂസ് ചെയ്യാം അല്ലെ. ഇനി എന്താണ് ആർട്ടിക്കിളിന്റെ ഓൾട്ടറേഷൻ എങ്ങനെയാണ് സാറേ, നമ്മൾ എന്ത് ചെയ്യണം, കോർട്ടിലൊക്കെ പോയി റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കി അല്ലെ, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി എന്താണ് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഓൾട്ടറേഷൻ കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാം. ഇതിനെക്കാട്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾട്ടറേഷൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി ഇതാണെങ്കിൽ കമ്പനിയുടെ റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മക്കളെ, അപ്പൊ നിങ്ങൾ ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് 5 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കാം. സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രൊമോട്ടർ രജിസ്ട്രേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മക്കളെ, പേര് പഠിച്ചാൽ മതി. ഫസ്റ്റ് മെമ്മോറാണ്ടം നിങ്ങൾക്ക് അറിയാം, രണ്ടാമത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, 3 ഡയറക്ടേഴ്സ് ആകാൻ പോകുന്ന ആളുടെ കൺസെന്റ്, 4 എന്തെങ്കിലും മാനേജിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എഗ്രിമെന്റ്, 5-മതായിട്ട് നെയിം അപ്രൂവ് ചെയ്തതിന്റെ കോപ്പി, 3-മതായിട്ട് നമ്മളുടെ പ്രൊമോട്ടർ ഡിക്ലറേഷൻ, 4-മതായിട്ട് അഡോമിസിൽ ക്ലോസിന്റെ എന്താണ് നമ്മുടെ രജിസ്റ്റേർഡ് അഡ്രസ്, ലാസ്റ്റ് ആയിട്ട് ചെല്ലാനും കാര്യങ്ങളും. ക്ലിയർ ആയില്ല? അപ്പൊ നിങ്ങൾ ഒരു 5 സർട്ടിഫിക്കറ്റ് എങ്കിലും അല്ലെങ്കിൽ 5 ഡോക്യുമെന്റ്സ് എങ്കിലും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഈ 5 ഡോക്യുമെന്റ്സിന്റെ പേരെങ്കിലും പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. രജിസ്ട്രാർക്ക് വേണ്ടി പ്രൊമോട്ടർ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പഠിക്കാൻ പോകുന്നത് 1 person കമ്പനിയെ കുറിച്ചാണ്. മക്കളെ, 1 person OPC ഇമ്പോർട്ടന്റ് ആണ്, വരാറുണ്ട്, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എന്താ 1 person കമ്പനി എന്നൊക്കെ? ഓക്കെ, 1 person കമ്പനി. യെസ്, 1 person കമ്പനി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, എന്താ 1 person കമ്പനി? ഒരാളുള്ളൂ സാറേ, ഒറ്റ പേഴ്സൺ ഉള്ളല്ലേ. ഒരൊറ്റ പേഴ്സൺ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 person കമ്പനിയാണ്. കുറെ പ്രിവിലേജസ് ഉണ്ട്. ഒന്നാമതായിട്ട് ഒരാളുള്ളൂ. മീറ്റിംഗ് വേണം സാറേ, വരില്ല. പിന്നെ എന്താ, ഡയറക്ടേഴ്സ് ആണെങ്കിലോ ഒരാൾ മതി. അടുത്തത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ ഡയറക്ടറൊക്കെ അപ്പോയിന്റ് ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താണ് 1 person കമ്പനി എന്ന് മനസ്സിലാക്കി ഇത് ലീഗലായിട്ട് പോയേക്കണം, കുറച്ച് നമ്മൾ ലോക്കലായിട്ട് പോയേക്കണം. നെക്സ്റ്റ് എന്താണ്, പ്രോസ്പെക്ടസും. അടുത്ത് നോക്കാം, അടുത്ത പോർഷൻ നോക്കണേ, പ്രോസ്പെക്ടസ്. എന്താണ് പ്രോസ്പെക്ടസ്? 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ 1 വേർഡ് ചോദിക്കും. വാട്ട് ഈസ് പ്രോസ്പെക്ടസ്? എന്താ പ്രോസ്പെക്ടസ്? ഇതാണ് ഡോക്യുമെന്റ് സാറേ. പ്രോസ്പെക്ടസ് പറയുമ്പോൾ ഇതാണ് ഡോക്യുമെന്റ്. മക്കളെ വേഗം പറഞ്ഞേ, പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ ഡോക്യുമെന്റ് ആണ്, പ്രൈവറ്റ് ഓർ പബ്ലിക്? ആൻസർ പറയടാ. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ ഡോക്യുമെന്റ് ആണ്? അതന്നെ സ്റ്റാർട്ടിംഗ് പറഞ്ഞു. ഏത് കമ്പനിയുടെ? ഏത് കമ്പനിയുടെ പ്രോസ്പെക്ടസ്? പബ്ലിക് ഓർ പ്രൈവറ്റ്? പബ്ലിക് അല്ലെ. പബ്ലിക് കമ്പനി ഷെയർസ് വിൽക്കാനുണ്ട്, ഡിബഞ്ചർ വിൽക്കാനുണ്ട്,
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പനിയുടെ പബ്ലിക്കിനെ details ഉം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പബ്ലിക്കിനെ ക്ഷണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോസ്പെക്ടസ്. അപ്പൊ നോക്കാം മക്കളെ, ഇൻവിറ്റേഷൻ ആണ് ആർക്കുള്ള? പബ്ലിക്കിനുള്ള. എന്തിനാണ്? ഷെയർ ശരിയാക്കില്ലേ? അപ്പൊ പ്രോസ്പെക്ടസ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, 1 വേർഡ് ചോദിക്കും. ഈ പഠിക്കുന്ന സംഭവമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. എന്താ മിനിമം സബ്സ്ക്രിപ്ഷൻ സാറേ? അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്, പബ്ലിക് കമ്പനിക്കാണുള്ളത് അല്ലെ. പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ഷെയർ വിൽക്കും, എല്ലാ ആൾക്കാരും വാങ്ങണമെന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു 1 lakh ഷെയർ വിൽക്കുകയാണെങ്കിൽ ഏകദേശം 80,000 അല്ലെ. അപ്പൊ 80,000 വിറ്റ് പൈസ എടുക്കണം. അപ്പൊ അതിനെയാണ് പറയാ മിനിമം സബ്സ്ക്രിപ്ഷൻ. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വിറ്റ് മിനിമം ഇത്രയെങ്കിലും എമൗണ്ട് കിട്ടിയാലേ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് മിനിമം എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സെറ്റ് അല്ലേ? മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം കേട്ടോ. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ഒരു പോർഷൻ ആണ് എന്താണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി. ഏതായത്? ഇൻകോർപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ്. വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. 1 വേർഡ് ചോദിക്കും. ക്ലിയർ ആയില്ലേ? എല്ലാ സംഭവം റെഡിയാക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും ആണെങ്കിൽ 2 വ്യത്യാസം ഉണ്ടല്ലേ. പ്രൈവറ്റ് കമ്പനിക്ക് നമുക്ക് എന്താണ് നേരെ പോയിട്ട് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പബ്ലിക് കമ്പനിക്ക് ആണെങ്കിലോ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഓർക്കേണ്ട വേറൊരു കാര്യമാണ് എന്താണ് സെബി. എന്താ മക്കളെ സെബി? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആരാണ് ഷെയർ മേടിക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റിയാണ് സെബി. സെബിയുടെ കാര്യങ്ങളില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഷെയറും ഒരു മാർക്കറ്റിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ സെബി എന്താണെന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് സാറേ അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മുടെ ഓക്കെ, വേഗം പറയാം. The document which defines the objectives of company is objectives എന്നതാ ഇതിലാ. ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഏതിലാ മക്കളെ ഒബ്ജക്റ്റീവ്സ് പറയാ? അതന്നെ, ഇത്രയും വരെ കിട്ടുന്ന ഉറപ്പായിരുന്നു സാറേ. കിട്ടാതെ ചോദിച്ചാലോ? ആലിയ മുഖത്തൊക്കെ വിളിച്ചിട്ട് എനിക്കത് അറിയായിരുന്നു. ആലിയ പറ. നെക്സ്റ്റ് അടുത്ത് ഇപ്പൊ മെമ്മോറാണ്ടത്തിലാണ് നമുക്ക് ശ്രദ്ധിക്കാം. മെമ്മോറാണ്ടത്തിന്റെ ഒബ്ജക്റ്റീവ് പറയാ. ഇനി ചിലപ്പോ ചോദിക്കാം മെമ്മോറാണ്ടത്തിലെ ഏത് ക്ലോസിലെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയാ? ഒബ്ജക്റ്റ് ക്ലോസിലെ പറയാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദി നെയിം ഓഫ് പേഴ്സൺ ഹു ഇനീഷ്യേറ്റ് ടു ഫോം എ കമ്പനി. ആരാ മക്കളെ? ആരാ? വേഗം പറ. ആരാ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി ഇടാക്കാൻ പറ്റുന്നത്? ഇതേക്കാടെ കിട്ടിക്ക് അതന്നെ, ഇനി മറിച്ചിട്ടൊന്നും കാര്യമില്ല. യെസ്, റസീന പറ. ആരാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തി? എടാ വേഗം ആൻസർ പറയണം. സാറേ എന്തെങ്കിലും കൊടുക്കാണ് സാർ? ഓർഡറാണാവും അല്ലാണ്ട് ഞാനാ. ആരാ പറഞ്ഞത്? പ്രമോട്ടർ അല്ല മക്കളെ. ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി, ദാറ്റ് ഈസ് പ്രമോട്ടർ. മക്കളെ മാറ്റി എഴുതല്ലേ ട്ടാ. നെക്സ്റ്റ് ഇനി അടുത്ത് മാച്ച് ദ ഫോളോയിങ് കൊടുത്താലോ? ഈ മാച്ച് ദ ഫോളോയിങ് പഠിച്ചാൽ ഭൂരിഭാഗം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. വേഗം മാച്ച് ചെയ്താ എ കോളം ബി കോളം കൂടി വേഗം മാച്ച് ചെയ്യുക. മെമ്മോറാണ്ടത്തിന് മാച്ച് ചെയ്യുക, ആർട്ടിക്കിൾ അസോസിയേഷന് മാച്ച് ചെയ്യുക, പ്രോസ്പെക്ടസിന് മാച്ച് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സെബി. വേഗം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. സാറെ വിളിച്ചോ? റോഷ്നി പെൻസിലേക്ക് വായിച്ചു തുടങ്ങിയ റോഷ്നി. മെമ്മോറാണ്ടം അസോസിയേഷൻ ഏതാ വരുന്നേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആരാ പറയാ? അച്ചു അഞ്ചേരി. റൂൾസ് റിഗാർഡിംഗ് ഇന്ത്യൻ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് പറ. മെഡിക്കൽ. യെസ്. നെക്സ്റ്റ് അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആരാ പറയാൻ പോന്നെ? അനുനന്ദ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് സെബി. ആരാ പറയാൻ പോന്നെ? ജൊഹാൻ. സെബി പറ.
ആ എല്ലാം മനസ്സിലായി. മിമിക്രി. നെക്സ്റ്റ് അടുത്തത് എവ്ലിനെ. സെബി പറഞ്ഞേ. സെബിയുടെ പറഞ്ഞേ, കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞേ. തേർഡ് വൺ ആണോ? ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി ആണോ? ഓക്കെ സാർ, നെക്സ്റ്റ് പഠിച്ചേ. ശ്രീഹരി. സെബി ഏതാണ്? ആൻസർ തരാം. ഗൈഡ്ലൈൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗൈഡ്ലൈൻസ് എടുക്കുന്നത് സെബി ആണ്. മക്കളെ മാറ്റി പറയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാച്ചിലർ ഫോളോ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ 7th ചാപ്റ്റർ കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക. 7th ചാപ്റ്ററിൽ ഉറപ്പായിട്ട് മെമ്മോറാണ്ടം കുറച്ച് ചോദിക്കും. എക്സൈ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിക്കിൾസ് മെമ്മോറാണ്ടം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉറപ്പുള്ള ക്വസ്റ്റൻ ആണ്. പ്രമോട്ടറുടെ ഫംഗ്ഷൻസും ഉറപ്പായിട്ടും ചോദിക്കും. സെറ്റ് ആണ് കൈവശം കാണിച്ചാൽ ഈ 3 പഠിക്കാണ്ട് പോകട്ടാ, ഒരു കാര്യമില്ല. അവിടെ നക്ഷത്രമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എടുത്തത് എന്താണ്? സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിന്റെ ഡയഗ്രം ഉണ്ട്, അതും പഠിക്കാൻ. പൈസ കിട്ടിയാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡയഗ്രത്തിലേക്ക് പോലെ പറയാം എന്തൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട് മക്കളെ. ഒരു ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആ ചാപ്റ്റർ മൊത്തത്തിൽ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ശ്രദ്ധിക്കുക. ഓൺ ദ ബേസ് ഓഫ് ലോങ് പീരീഡിൽ ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം ഉണ്ട്. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരുപാട് നാളിലേക്ക് വേണ്ട ഫണ്ട്. ഏതൊക്കെ സാർ അത് വരാം? ഇക്വിറ്റി ഷെയർസ് വരും, ലോൺ വരാം, ലോൺ ഫ്രം ബാങ്കുകൾ വരാം. ഇനി മീഡിയം ടേം എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 5 വർഷത്തിൽ താഴെ അല്ലെ. അപ്പൊ ലോൺ ഫ്രം ബാങ്ക് വരാം, പബ്ലിക് ഡെപ്പോസിറ്റ് വരാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലോൺ വരാം, ലീസ് ഫിനാൻസിംഗ് വരാം. ഇനി ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ 1 year അത് താഴേക്ക് വരുന്ന ഫണ്ടാണ്. ക്രെഡിറ്റ് വരും, ഫാക്ടറിംഗ് വരും, അതുപോലെ ബാങ്ക്, പിന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് എന്ത്? ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട്, ഓൺ ദി ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ഉണ്ട്. ഈ സാധനം എപ്പോഴും ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ് എപ്പോഴും ക്ലാസിഫിക്കേഷൻ ചോദിക്കും. ശ്രദ്ധിക്കുക മക്കളെ, ഓണർഷിപ്പ് ബേസിലാകെ 2 ഫണ്ടുള്ളൂ. ഏതൊക്കെ സാറേ? അപ്പൊ ഓണേഴ്സ് ഫണ്ട് ഏതൊക്കെയായിരിക്കും? ഓണേഴ്സ് ഫണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ ഉണ്ട്, പിന്നെന്താണുള്ളത്? എന്റെ മാറ്റി വെച്ച ഏർണിങ്സും അല്ലെ. അപ്പൊ മക്കളെ ആകെ ഓണേഴ്സ് ഫണ്ട് ആയിട്ട് 2 എണ്ണം ഉള്ളൂ, ഇക്വിറ്റി ഷെയർസും റീറ്റെയിൻഡ് ഏർണിങ്സും. ബാക്കി നിങ്ങൾ പഠിച്ച എല്ലാതും ബോറോഡ് ഫണ്ടാണ്. സെറ്റ് ആണല്ലോ? ബോറോഡ് ഫണ്ട് സിമ്പിളാ. ഈ ആകെ ഇക്വിറ്റി റിട്ടേൺ ഏർണിങ്സ് മാത്രം എന്താണ് ഓണേഴ്സ് ഫണ്ട്. ഇത് തന്നെ സെയിം ആണ് ഇന്റേണൽ സോഴ്സിലും എക്സ്റ്റേണൽ സോഴ്സിലും വരാം. നിങ്ങള് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിൽക്കുന്ന ഫണ്ട് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസും റീറ്റേൺ ഏർണിങ്സും ആണ്. ബാക്കി എല്ലാതും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആയിരിക്കും. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഉറപ്പായിരിക്കും. സെറ്റ് ആണെങ്കിൽ അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാൻ പറയാം. ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് എ ബിസിനസ്? ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് എന്തൊക്കെയാണ്? ഒരു ബിസിനസിന് ഫിനാൻസ് വേണ്ടത് മെയിൻ ആയിട്ട് ഫിക്സഡ് ക്യാപിറ്റലിനും വർക്കിംഗ് ക്യാപിറ്റലിനും എല്ലാം മേടിക്കണം അല്ലെ. അപ്പൊ നോക്കാം, ഒരു ബിസിനസ്സിലേക്ക് വേണ്ട ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എന്ന് വേണ്ട ഫിക്സഡ് സെറ്റ് മേടിക്കാൻ വേണ്ട പൈസയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി ബിസിനസ്സിന് അത് മാത്രം മതിയോ? വേറെ എന്തൊക്കെ വേണം? സ്റ്റോക്ക് വേണ്ടേ? സ്റ്റോക്ക് മേടിക്കണം അല്ലെ. റോ മെറ്റീരിയൽസ് മേടിക്കണം. അപ്പൊ ഇതേപോലെ സ്റ്റോക്ക് റെഡിയാക്കാനും റോ മെറ്റീരിയൽസിനും ഡേ ടു ഡേ ആവശ്യങ്ങൾക്കും ബിസിനസ് മാറ്റിവെക്കുന്ന പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് ഈസ് ദ ഫിനാൻഷ്യൽ നീഡ് ഓഫ് എ ബിസിനസ്. മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, ചോദിക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കും ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിന് വേണ്ടി നമ്മൾ ഒരുപാട് സോഴ്സിനെ ആശ്രയിക്കും. അതിൽ ഫസ്റ്റ് സോഴ്സ് എന്താണ് സാറേ? ഇക്വിറ്റി ഷെയർ. അപ്പൊ എന്താ ഇക്വിറ്റി ഷെയർ? ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓണർ ആക്കാം, പറ്റിച്ചു കൊടുത്തിട്ട് അല്ലെ. ഓണർ ആക്കാന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ റിയൽ ഓണർ ആക്കാന്ന് പറഞ്ഞിട്ട് അല്ലെ മക്കളെ നമ്മൾ ഷെയർ വാങ്ങിച്ചാൽ ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ. അപ്പൊ ഇക്വിറ്റി ഷെയറിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓർഡിനറി ഷെയർ എന്ന് പറയും. ഓക്കെ, എന്താ ഇക്വിറ്റി ഷെയർ? പ്രിഫറൻസ് കിട്ടാനോ ക്യാപിറ്റൽ റീപേ ചെയ്യാനോ ഒരു പ്രിയോറിറ്റി അത് ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ. അതിന്റെ ഫീച്ചർ പഠിച്ചു വെക്കുക. റിസ്ക് പിടിച്ച ക്യാപിറ്റൽ ആണല്ലേ ലാസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ പെർമനന്റ് സോഴ്സ് ആണ്. കമ്പനിക്ക് ആണെങ്കിൽ ലാസ്റ്റ് കൊടുത്താൽ മതി. ഒരുപാട് കൺട്രോൾ കിട്ടും ഈ ക്യാപിറ്റൽ വഴി. അപ്പൊ റൈറ്റ് ഓഫ് കൺട്രോൾ ഉണ്ട്. അസറ്റുമ്പോൾ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇക്വിറ്റി ഷെയർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതിന്റെ ഫീച്ചേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 മാർക്കിന് ഇതിനടുത്ത് എന്താണ്? പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ഓണർ ആക്കൂലല്ലേ, ജസ്റ്റ് ഷെയർ മേടിപ്പിക്കും അല്ലെ. അപ്പൊ ഓണർ ആക്കത്തില്ല, ഷെയർ മേടിപ്പിച്ചിട്ട് നമ്മൾ എന്താണ് ജസ്റ്റ് കമ്പനിയുടെ ഒരു പാർട്ടാക്കി മാറ്റും. അപ്പൊ അങ്ങനെ ഷെയറാണ് പ്രിഫറൻസ് ഷെയർസ്. ഇവർക്ക് എന്തുണ്ട്? പ്രിയോറിറ്റി ഉണ്ട്. ചോദിക്കും പ്രിഫറൻസ് ഷെയർസിന്
2 പ്രിയോറിറ്റി ഉണ്ട്. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാട്ടോ ഫാത്തിമ, കേട്ടോ. നമ്മൾ പറഞ്ഞു തീർത്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കും. ഓക്കെ. അപ്പൊ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഷെയർസ് ടൈപ്പ് പ്രിയോറിറ്റീസ് ഉണ്ട്. എന്താ കിട്ടാ? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. അതുപോലെ എന്താണ് ക്യാപിറ്റൽ എപ്പോ കിട്ടും സാറേ? വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയില്ലേ? ഇക്വിറ്റി കൊടുക്കും. അപ്പൊ ഈ 2 റൈറ്റ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ അല്ലേ? ഫീച്ചർ പഠിക്കുക. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കറക്റ്റ് ആയിട്ട് കൊടുക്കും, വോട്ടിംഗ് റേറ്റ് ഒന്നും കൊടുക്കത്തില്ല, പൈസ കൊടുത്ത് വിടും അല്ലെ. എന്താണ് ഗ്യാരണ്ടി ഒന്നുമില്ല. ഡിവിഡൻഡ് ചിലപ്പോൾ പ്രോഫിറ്റിലേക്ക് കിട്ടും, കിട്ടാൻ ചാൻസ്. ഏത് ഷെയറിനാണെങ്കിൽ പോലും ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ പ്രിഫറൻസും ഇക്വിറ്റി ഷെയർസും 3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് ഡിഫറൻസ് ഒരു 5 പോയിന്റ് ഡിഫറൻസ് പഠിക്കണേ. ഇക്വിറ്റിയുടെ പ്രൈസ് വളരെ ലോവർ ആയിരിക്കും, പ്രിഫറൻസിന്റെ ആണെങ്കിലോ കുറച്ചും കൂടി ഇക്വിറ്റി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പ്രോഫിറ്റ് കൂടിയാൽ നല്ല ഡിവിഡൻഡ് കിട്ടും, കുറഞ്ഞാലോ കുറഞ്ഞു. ഇനി പ്രിഫറൻസിനാണെങ്കിലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇക്വിറ്റിക്ക് ആണെങ്കിൽ മുടങ്ങിപ്പോയ ഡിവിഡൻഡ് കിട്ടത്തില്ല. പക്ഷെ പ്രിഫറൻസിനാണെങ്കിലോ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ മുടങ്ങിപ്പോയ ഡിവിഡൻഡ് കിട്ടും, ഷുവറായിട്ടും കിട്ടും. നെക്സ്റ്റ് എന്താണ് അടുത്തത്? അടുത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പ്രയോറിറ്റിയുടെ കേസിലാണ് അല്ലെ. ഓൾറെഡി പറഞ്ഞു ഇക്വിറ്റിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ കിട്ടത്തില്ല. പക്ഷെ പ്രയോറിറ്റി ഉണ്ടാവും. ഇക്വിറ്റിക്ക് തന്നെയാണ്. കാരണം എന്താ? പ്രിഫറൻസുകാർക്കായിരിക്കും ആദ്യം ക്യാപിറ്റലൊക്കെ റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇക്വിറ്റിക്ക് കിട്ടുള്ളൂ. അപ്പൊ റിസ്ക് കൂടുതലും കുറവായിരിക്കും. ഇനി ഓണേഴ്സ് തന്നെയാണ്, അവർക്ക് എന്തുണ്ട് വോട്ടിംഗ് റൈറ്റ്. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ പറയാം വോട്ടിംഗ് റൈറ്റ് ഇല്ല ഇവർക്ക് ശരിക്കും. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രം വേണമെങ്കിൽ വോട്ട് ചെയ്യാം. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വോട്ടിംഗ് റൈറ്റ് ശരിയാണ്. നെക്സ്റ്റ് അടുത്തത് കൺട്രോൾ. ആരാ കൺട്രോൾ ചെയ്യാൻ വരാം? ഓണേഴ്സ് ആണ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൺട്രോൾ ഉണ്ട്, പക്ഷെ ഇവർക്ക് എന്തില്ല? കൺട്രോൾ ഇല്ല. ക്ലിയർ അല്ലേ മക്കളെ? ഒരു 5 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി ഒരു ഷുവർ ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുകയാണ്. വാട്ട് ഈസ് പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് റീറ്റേൺഡ് ഏർണിംഗ്സ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ ഇന്റർണൽ ഫിനാൻസ് ചോദിക്കാം. മെറിറ്റും ലിമിറ്റേഷനും ഷുവർ ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. മക്കളെ നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ സാറിന് കുറച്ച് പൈസ കിട്ടി, എല്ലാ മാസം എടുത്ത് സാറിന് സാർ എന്ത് ചെയ്യണം നോക്കണം. എല്ലാ മാസം ഒരു 50,000 റുപ്പീസ് കിട്ടുകയാണെങ്കിൽ എന്റെ ദൈവമേ അല്ലെ, 50,000 കിട്ടുകയാണെങ്കിൽ സാർ എന്ത് ചെയ്യും? എത്ര മാറ്റി സാർ ഇത്? പുള്ളിക്കാരൻ പറ്റിരി കളമ്പിടില്ല. ഓക്കെ. അപ്പൊ കിട്ടുന്ന പൈസ നല്ലൊരു എമൗണ്ട് സാറ് മാറ്റി വെച്ചു. എന്തിനാ? ഭാവിയിലേക്ക് ആവശ്യം വേണ്ടേ? കല്യാണോ കഴിക്കണ്ടേ മക്കളെ? അപ്പൊ ഇതേപോലെ ഭാവിയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി സാർ ഇല്ലേ അപ്പൊ എന്താണ് ഇതേപോലെ അപ്പൊ മക്കളെ ഭാവിയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി സാർ എന്ത് ചെയ്യാണ്? കുറേശ്ശെ പൈസ ഇങ്ങനെ മാറ്റി 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 വെച്ചാൽ ദാറ്റ് ഈസ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതിലാണ്? നെറ്റ് ഏർണിംഗ്സ് എല്ലാ എക്സ്പെൻസും കുറച്ചിട്ട് ബാക്കിയുള്ള ഏർണിംഗ്സ് ആണ് നെറ്റ് ഏർണിംഗ്സ് അല്ലെ. അപ്പൊ നെറ്റ് ഏർണിംഗ്സ് കുറച്ച് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മാറ്റിയാൽ ദാറ്റ് ഈസ് റിട്ടേൺഡ് ഏർണിംഗ്സ് ആണ്. മെറിറ്റ് നോക്കാം. ഒന്നാമതായിട്ട് ആരും കൊണ്ടുപോകില്ല. അടുത്തെന്താണ്? എക്സ്പെൻസീവ് കോസ്റ്റ് ഇല്ല, വല്ല കോസ്റ്റ് ഉണ്ടാവില്ല, ഒരു കോസ്റ്റ്. നെക്സ്റ്റ് എന്താണ്? കമ്പനി ഫിനാൻഷ്യലി സ്ട്രോങ് ആവും. കമ്പനി കുറച്ച് നമ്മുടെ സേവിങ്സ് കൂടില്ലേ, നമ്മൾ സ്ട്രോങ് ആവത്തില്ലേ. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റേഷൻ പറയുമ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ആരുടെ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പൈസ. പക്ഷെ കമ്പനി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ് ആർക്കുള്ളത് സാറേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ശരിക്കും അവർക്ക് കിട്ടേണ്ട ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് സമ്മതിക്കും അവര് ഇല്ല. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ പറഞ്ഞ റിട്ടേൺ ഏർണിംഗ്സ് മാറ്റുമ്പോ അവരുടെ പ്രോഫിറ്റ് കുറയുമ്പോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അടുത്ത പോയിന്റ് ആണ്, ചിലപ്പോ വേണമെങ്കിൽ മാറ്റണ പൈസ നമുക്ക് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യണം. അപ്പൊ നിങ്ങൾ മെറിറ്റും ഡിമെറിറ്റും നിർബന്ധമായിട്ട് 2 പോയിന്റ് പഠിക്കുക. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്തായാലും പഠിക്കുക. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വിട്ട് കളയുന്നത് കേട്ടാ. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് ഡിബഞ്ചർ. മക്കളെ ഒരു പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ് സാറേ? കമ്പനിയുടെ ക്രെഡിറ്റർ. അപ്പൊ ഷെയർ ഹോൾഡർ ആരാണ്? കമ്പനിയുടെ ഓണർ. മാറിപ്പോകല്ലേട്ടാ. ഇനി ഡിബഞ്ചർ ഹോൾഡർക്ക് എന്താ കിട്ടാ? ഇൻട്രസ്റ്റ്. അതുപോലെ ഓണർക്ക് എന്താ കിട്ടാ? ഡിവിഡൻഡ്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും പറയണേ. ഓക്കെ. അപ്പൊ ഡിബഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മക്കളെ വൺ വേ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. കമ്പനി ലോൺ ശരിക്കും പറയുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന്? പബ്ലിക്കിന്റെ കയ്യിൽ പബ്ലിക്കിന്റെ നിന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഡിബഞ്ചർ ഈസ് an acknowledgement of debt issued by a company under its common seal. കമ്പനി അംഗീകരിച്ച കമ്പനിയുടെ ഒഫീഷ്യൽ മുദ്ര വെച്ചിട്ടുള്ള എന്താണ് കടപ്പത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഡിബഞ്ചർ എന്ന് പറയാ. ഇതിൽ എന്തുണ്ടായിരിക്കും? എത്ര എമൗണ്ടാ കമ്പനി വാങ്ങിച്ചു എന്ന് പൈസ തിരിച്ചു കൊടുക്കും, എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറയും. ക്ലിയർ ആയില്ലേ? അത് കൂടാതെ നമ്മൾ വാങ്ങിച്ച വ്യക്തിക്ക് ആ ഒരു എമൗണ്ട് അനുസരിച്ച് അസറ്റ് ചാർജും കൊടുക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക വെച്ചേക്ക. ഡിബഞ്ചർ എന്ന് വെച്ചാൽ കമ്പനി അംഗീകരിച്ച കടപ്പത്രങ്ങൾ എന്നാ പറയാ കേട്ടോ. അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് കണ്ട ഉറപ്പിച്ചു, ദാറ്റ് ഇസ് ഡിബഞ്ചർ ആണ്. ഓക്കെ, ഫീച്ചർ നോക്കാം. ഒന്നാമതായിട്ട് ബോറോഡ് ഫണ്ട് ആണ് അല്ലെ. രണ്ടാമതായിട്ട് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട്. മൂന്നാമതായിട്ട് റീപേയ്മെന്റ് ആഫ്റ്റർ നെക്സ്റ്റ് എന്താണ്? അസറ്റ് ചാർജ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഷുഗർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഷെയറും ഡിബഞ്ചറും ഡിഫറൻസ്. മക്കളെ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഷെയർ പഠിക്കുമ്പോൾ എന്തായിട്ട് നോക്കണം? ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം, പ്രിഫറൻസിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോ എന്ത് സെക്യൂരിറ്റി ആണ് സാറേ? ഓൾഡ് സെക്യൂരിറ്റി. അപ്പൊ ഡിബഞ്ചർ എന്തായിരിക്കും? കടം വാങ്ങിച്ചതല്ലേ. ഇനി ഷെയർ വാങ്ങിച്ചാൽ ആരാകും? ഓണർ അല്ലെങ്കിൽ മെമ്പർ. ഓണർ എന്ന് പറഞ്ഞോ? ഡിബഞ്ചർ വെച്ചാലോ ക്രെഡിറ്റർ ആകുള്ളൂ. ഇനി റിട്ടേൺ ഷെയർ എന്താ കിട്ടാ മക്കളെ? ഡിവിഡന്റ്. അപ്പൊ ഡിബഞ്ചർ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് അല്ലെ, ഇൻട്രസ്റ്റ് ആ കിട്ടാ. നെക്സ്റ്റ് അടുത്തത് ചാർജ് ഓൺ അസറ്റ്. ഏതിനാ ചാർജ് കൊടുക്കാം? ഷെയർ വാങ്ങിച്ച ചാർജ് ഹോൾഡർക്കാണെങ്കിൽ അസറ്റ് ചാർജ് കിട്ടും. ഇനി റിട്ടേൺ എങ്ങനെയാണ്? ഷെയർസിന് റിട്ടേൺ കിട്ടാം ഫ്ലക്ച്വേറ്റിംഗ്. പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ കുറഞ്ഞതാണ്. ഇവിടെ അങ്ങനെയല്ല, കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണോ. നെക്സ്റ്റ് എന്താണ്? ഷെയർ എന്ന് പറയുന്നത് നിർബന്ധമാണ്. പക്ഷെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്താണ്? വേണമെങ്കിൽ കൊടുത്താൽ മതി. പൈസക്ക് ആവശ്യത്തിന് ഡിബഞ്ചർ വിൽക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ മാൻഡേറ്ററി അല്ല. അപ്പൊ നിങ്ങൾ ഡിഫറൻസ് പഠിക്കുമ്പോൾ ഷെയറും ഡിബഞ്ചറും ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റിനെക്കാട്ടും ഡിഫറൻസിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ഷെയറിന്റെ ഡിബഞ്ചറിന്റെയും ഡിഫറൻസ് തന്നെയാണ്. സെറ്റ് ആണ് കൈവിശിക്ക്. ഒരു 5 പോയിന്റ് എങ്കിലും പഠിച്ചോട്ടെ, ചിലപ്പോൾ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്? പബ്ലിക്കിന്റെ കയ്യിൽ ഡെപ്പോസിറ്റ് മേടിക്കാം അല്ലെ സാറേ? ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാനിപ്പോ നമ്മുടെ സാറിന്റെ കമ്പനി കൊണ്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ് പോയെന്ന് പഠിക്കില്ല. അപ്പൊ നോക്കി പറഞ്ഞത് പബ്ലിക് ഡെപ്പോസിറ്റ് ഒരുപാട് പൈസ ഉണ്ട്, ആ പൈസ മുഴുവൻ പലർക്കും കൊടുക്കാൻ പോകും. നിങ്ങൾ അപ്പൊ നോക്കാം മക്കളെ, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ അത് പബ്ലിക് ഡെപ്പോസിറ്റ്. ഇതുകൊണ്ട് ആർക്കാ ഗുണമുള്ളൂ സാറേ? കമ്പനിക്ക് ഗുണമാണ്. കാരണം എന്താണ്? കമ്പനിക്ക് വേണമെങ്കിൽ പൈസ ലോൺ എടുക്കാണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് മേടിച്ചൂടെ? അത്ര ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ, ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ പബ്ലിക്കിനാണെങ്കിൽ ബാങ്കിൽ ഇടുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കിട്ടും, കമ്പനിയിൽ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, കമ്പനി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷോർട്ട് ടൈമിലേക്കോ മീഡിയം ടൈമിലേക്കോ ഡെപ്പോസിറ്റ് സ്വീകരിച്ചാൽ ദാറ്റ് ഈസ് പബ്ലിക് ഡെപ്പോസിറ്റ്. 2 മാർക്ക് പ്രതീക്ഷിച്ച് 1 വേർഡ് പ്രതീക്ഷിച്ച് പഠിക്കുക. നെക്സ്റ്റ് അടുത്തതാണ് ട്രേഡ് ക്രെഡിറ്റ്. 1 വേർഡ് പ്രതീക്ഷിച്ച് പഠിക്കുക. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ സാറിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. എന്തെങ്കിലും സാധനം വാങ്ങിച്ചു. പൈസ തന്നില്ല. സാരും ഞാൻ തരും സാറേ. ഓക്കെ, അപ്പൊ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് പറയാണ് അടുത്ത മാസം 5ാം തീയതി സാലറി കിട്ടിയിട്ട് തരാം. ട്രേഡ് ക്രെഡിറ്റ്. ക്ലിയർ ആയില്ലേ? പൈസ ഇപ്പൊ ഇല്ല, പിന്നെ തരാം എന്ന് പറഞ്ഞാൽ സാർ അംഗീകരിച്ചു. അതിനാണ് എന്ത് പറയാ? ട്രേഡ് ക്രെഡിറ്റ്. മക്കളെ സെറ്റ് ആണെങ്കിൽ കൈവിശിക്കാൻ ഓക്കെ ആണെങ്കിൽ സാധാരണ ഹോൾസെയിൽ റീറ്റെയിലർ ഒക്കെ ചെയ്യുന്നത് സെയിൽ നടന്നു കഴിഞ്ഞിട്ട് പൈസ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബൾക്കിന് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക ചെയ്യും. പിന്നത്തെ മാസം കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. ക്ലിയർ ആയില്ലേ? ട്രേഡ് ക്രെഡിറ്റ്. നമ്മൾ ഷോൺ സാറൊക്കെ ജീവിക്കണം ഇങ്ങനെയല്ലേ സാറേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പുള്ളിക്കാരൻ മൊത്തം പറ്റാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ സംഭവം. അടുത്തതാണ് നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ. മക്കളെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെറിറ്റും ലിമിറ്റേഷനും ഉറപ്പായിട്ടും പഠിച്ചേ പറ്റൂ. ഞാൻ പഠിക്കാതെ പോയിട്ട് പഠിച്ചിട്ട് പോകണോട്ടാ. നെക്സ്റ്റ് നോക്കാം, കൊമേഴ്ഷ്യൽ പേപ്പർ. മക്കളെ ശ്രദ്ധിക്കുക, ദിസ് അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസും ഇല്ല കേട്ടോ. അതായത് പൈസ തരുന്ന ഉറപ്പൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രോമിസൊന്നും ഇല്ല. അപ്പൊ സെക്യൂരിറ്റി കൊടുക്കാത്ത പ്രോമിസ് പറയുന്ന ഒരു നോട്ടാണ്. ഭയങ്കര സെക്യൂരിറ്റി ഇല്ലാത്ത പ്രോമിസ് പറയുന്ന നോട്ടാണ് എന്ത്? കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയാം. CP എന്ന് പറയും. ഇത് നെഗോഷ്യബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിലെന്തുണ്ട്? എത്ര രൂപയാണ് വാങ്ങിച്ചത്, എന്നാണ് മെച്യൂരിറ്റി പീരീഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ടായിരിക്കും. ഒരു കടക്കാരൻ ബില്ലിൽ അപ്പൊ പ്രോമിസറി ശ്രദ്ധിക്കാൻ മക്കളെ, കമ്പനിക്ക് എന്താണ്? ഫണ്ടിന് വേണ്ടി കമ്പനി 90 ഡേയ്സ് മുതൽ, ചിലപ്പോ 15 ഡേയ്സ് പറയാറുണ്ട്, റീസെന്റ് 90 ഡേയ്സ് ആണ്. 90 ഡേയ്സ് മുതൽ 1 ഇയർ വരെ, 90 ദിവസം മുതൽ 1 ഇയർ വരെ വാലിഡിറ്റി ഉള്ള ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി കമ്പനി ഫണ്ടിന് വേണ്ടി ഇറക്കുന്ന ഡോക്യുമെന്റിനെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയാ. പ്രത്യേകം ശ്രദ്ധിക്കുക, അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ
ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ. സെറ്റ് അല്ലേ? ഇത് ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രം വിൽക്കത്തുള്ളൂ. ഇനി മെറിറ്റും ലിമിറ്റേഷൻസും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. മെറിറ്റ് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റിൽ ഒരു കണ്ടീഷനും ഇല്ല. അപ്പൊ റെസ്ട്രിക്റ്റീവ് ആയ ഒരു കണ്ടീഷനും വരുന്നില്ല. നെക്സ്റ്റ് എന്താണ്? ഹൈ ലിക്വിഡിറ്റി ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്റെ കയ്യിൽ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫ്രീ ആയിട്ട് അടുത്ത ആൾക്കെടുത്ത് വിൽക്കാൻ പറ്റും. അപ്പൊ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇനി എക്കണോമിക്കൽ ആണ്. അധികം ഇൻട്രസ്റ്റ് ഒന്നും കമ്പനി കൊടുക്കേണ്ടി വരില്ല. ഈ ലിമിറ്റേഷൻ പറയുമ്പോ നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ കമ്പനിക്ക് മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് റിഡംഷൻ വരും അല്ലെ. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റഡ് ഫണ്ട്. അധികം ഫണ്ട് ഒന്നും എടുത്തു തരില്ല. അപ്പൊ അതുകൊണ്ട് അധികം ഫണ്ട് നമുക്ക് CP വഴി കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും 2 പോയിന്റ് അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് ആണ് കേൾവിക്കാൻ ചെയ്യും. അപ്പൊ പ്രോമിസറി നോട്ട് കണ്ട ഉറപ്പിച്ചോ. പഠിച്ചേക്കില്ല. അടുത്താണ് എന്ത്? ഫാക്ടറിംഗ്. ഫാക്ടറിംഗ് പറയുമ്പോ എന്റെ കയ്യിൽ കുറച്ച് ബില്ലുണ്ട്, അതെനിക്ക് പൈസ ആക്കാനുള്ള ടൈം ഇല്ല. ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ബില്ല് കൊണ്ടുവന്നിട്ട് ഞാൻ സാറിനെ ഏൽപ്പിച്ചു. ഓക്കെ, ആ സാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ലിന്റെ പൈസയൊക്കെ എനിക്ക് തരണം. എന്നിട്ട് സാർ അതിന്റെ കമ്മീഷനും പിടിക്കും. അപ്പൊ ഇതേപോലെ ഒരു ക്ലയന്റിന്റെ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്ന എല്ലാ ബില്ലുകളും അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ട് അതിന്റെ പൈസ നേരത്തെ അഡ്വാൻസ് ചെയ്തിട്ട് ചെറിയൊരു കമ്മീഷൻ പിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫാക്ടറിംഗ്. മക്കളെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഡെപ്റ്റ് കളക്ഷൻ ചെയ്യാനായിട്ട് ഒരു ക്ലയന്റിനെ സഹായിക്കുന്ന എന്താണ് ഫിനാൻഷ്യൽ സർവീസ് ആണ് ഫാക്ടറിംഗ്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ബില്ല് ഔട്ട്സോഴ്സ് ചെയ്തൊക്കെ പറയൂ കേട്ടോ. ബില്ല് ഔട്ട്സോഴ്സ് ചെയ്യുക, ബില്ല് ഡെപ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വിടുക, അതൊക്കെ എന്താണ്? ഫാക്ടറിംഗ് ആണ്. ഓർത്ത് വെക്കാൻ വേണ്ടി ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കുന്നത് ലീസ് ഫിനാൻസിംഗ് ആണ്. ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ലീസ് ഫിനാൻസിംഗ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ലീസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ സാറിന്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ട്, എനിക്കാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് വണ്ടി നിങ്ങളുടെ പൈസ ഇല്ല, ഞാൻ പാവല്ല മക്കളെ. അപ്പൊ ഇതേപോലെ സാറിന്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യണം? ആ വണ്ടി വാടകയ്ക്ക് എടുത്തേക്കാണ്. ഓക്കെ, വണ്ടി വാടക എടുത്തപ്പോൾ സാർ എന്നോട് പറയാണ് അത് കൃത്യമായിട്ട് എല്ലാ മാസം ഒരു 1000 രൂപ വെച്ച് വാടക തരണം. ഓക്കെ, അപ്പൊ ആരോടെ ഓണർ? സാറേ അപ്പൊ എന്താണ്? ആരാണ് ഓണർ മക്കളെ? സാറാണ് ഓണർ അല്ലെ. ആരാ യൂസർ മക്കളെ? ഞാനാണ് യൂസർ. അപ്പൊ ഓണർ എന്ത് പറയും സാറേ? ലെസ്സർ എന്ന് പറയും. ആരാ യൂസർ? ലെസ്സി എന്ന് പറയും. നിങ്ങൾ മറക്കൂലല്ലോ ഇനി, യൂസി ലെസ്സി കേട്ടോ. അപ്പൊ നോക്കാം മക്കളെ, ആരുടെ കയ്യിലാണ് സെറ്റ് ഉള്ളത്? ദാറ്റ് ഈസ് ഓണർ, ലെസ്സർ. ആരാ യൂസ് ചെയ്യാൻ പോകുന്ന ആള്? ലെസ്സി ആണ്. ഇവർ തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് എന്ത് പറയാ? ലീസ് ഫിനാൻസിംഗ് എന്ന് പറയാ. ഈ ലെസ്സിക്ക് ലെസ്സർ ആൻഡ് അസറ്റ് യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കും. ലെസ്സി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോ അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം. ദാറ്റ് ഈസ് ലീസ് റെന്റൽ. ഈ 3 ടൈമും മാറിപ്പോകരുത്. വൺ വേർഡ് ചോദിക്കും. അതുപോലെ തന്നെ ഈ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ലീസ് ഫിനാൻസിംഗ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. എഗ്രിമെന്റ് ബിറ്റ്വീൻ ലെസ്സർ ആൻഡ് ലെസ്സി, ലെസ്സർ ഓണർ, ലെസ്സി യൂസി. ലെസ്സി എന്ത് ചെയ്യണം മക്കളെ? ലീസ് റെന്റ് കൊടുക്കണം. ഇതിന്റെയും ലിമിറ്റേഷനും മെറിറ്റും എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക. മെറിറ്റ്സ് ഓഫ് ലീസ് ഫിനാൻസിംഗ് നോക്കാം. ലോ ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് വണ്ടി മേടിക്കുമ്പോൾ അധികം പൈസ കൊടുക്കേണ്ടതുണ്ടോ? അല്ലെ, ലോ ഇൻവെസ്റ്റ് കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ് കിട്ടാണ് അല്ലേ? കൊടുക്കാലോ. നെക്സ്റ്റ് ചെറിയ ഡോക്യുമെന്റ് മതി. എക്സാമ്പിൾ കല്യാണത്തിന് നിങ്ങൾ പാത്രവും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വാങ്ങിക്കാറില്ലല്ലോ, കടത്തിനെടുക്കാതെ ഇല്ല. അപ്പൊ അതേപോലെ എന്താണ്? നെക്സ്റ്റ് സിമ്പിൾ ഡോക്യുമെന്റ്, ചെറിയൊരു കരാറൊക്കെ മതി. സോറി, സിമ്പിൾ ഡോക്യുമെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ലീസ് റെന്റൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ കൊടുക്കുന്ന റെന്റ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലീസിനൊക്കെ പറഞ്ഞ് ഷോർട്ട് സാർ അങ്ങനെ ചിന്തിക്കണം. അപ്പൊ എന്താ ലീസിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ടാക്സ് ഡിഡക്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? ഡിമെറിറ്റ് പഠിക്കുക. ഡിമെറിറ്റ് പറയുമ്പോ സാറിന്റെ വണ്ടിയല്ലേ മക്കളെ? ഈ സാറിന് മക്കളെ നോക്കാം. സാറിന്റെ വണ്ടി ആകുമ്പോ കുറെ റെസ്ട്രിക്ഷൻസ് പോലെ പറയും, ഇതാവൂലേ? അപ്പൊ അതിനാണ് പറയാ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻ പുട്ട് ഫോർ ദി അസറ്റ്. അസറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയും. ഇനി അടുത്തത് എങ്ങാനും നമ്മൾ അസറ്റ് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്, എഗ്രിമെന്റ് പുതുക്കാൻ മറന്നുപോയി, സാർ എന്ത് ചെയ്യും? തിരിച്ചെടുത്തോണ്ട് പോകും. കുഴപ്പമില്ല. അപ്പൊ എന്താണ് കണ്ണിച്ചോറില്ല മക്കളെ. അപ്പൊ നോക്കാം, അസറ്റിന്റെ ആ ഒരു എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ്? ബീട്രൂട്ട് താളല്ലേ കുറച്ച് കാശ് സാലറി. അപ്പൊ നോക്കാം, റിന്യൂവല് വൈകിയായി സംഭവിക്കും, അസറ്റ് എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ എന്താണ്? റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മെറിറ്റും ഡിമെറിറ്റും അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് വെച്ചിട്ടെങ്കിലും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോകാണ്. ഇന്റർനാഷണൽ ഫിനാൻസിങ്. ഇത്രയും നേരം പഠിച്ചത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന, അല്ലെ, നമ്മളെ ഇന്ത്യയിൽ കിട്ടുന്ന ഫിനാൻസിങ് ആണ്. ഇനി പഠിക്കാൻ പോകുന്നത് നമ്മള് പുറത്തുനിന്ന്
പുറത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ IMF അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ഇല്ലേ, ആ ബാങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ ഉണ്ട്, ഏജൻസി വഴി ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫണ്ട് ഉണ്ടാക്കാം. നിങ്ങൾക്കൊന്നും പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഈ പേരുകൾ വന്നു നോക്കിയാൽ മതി. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഫണ്ട് എടുക്കാം. അപ്പൊ ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് ആണ് GDR. ഫുൾ ഫോം പഠിച്ചു വെക്കുക. എന്താ GDR നോക്കിയേ? ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് കിട്ടുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇടാം. റെസിപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. പേയ്മെന്റ് റെസിപ്റ്റ് ഓർക്കണേ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് എന്താണ് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫണ്ട് വേണം. അപ്പൊ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ കമ്പനി വിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് GDR. കിട്ടിയില്ലേ മക്കളെ? അപ്പൊ എന്താക്കി ADR? ADR എന്ന് പറയുമ്പോ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അപ്പൊ അത് ആർക്കാർക്ക് വിൽക്കാം? അമേരിക്കയിലുള്ള ആളുകൾ അമേരിക്കൻ ആളുകൾക്ക് വിൽക്കാം. അത്രയുള്ള സംഭവം. അതായത് അമേരിക്കൻ ഡെപ്പോസിറ്റിൽ മാത്രം, അമേരിക്കൻ മാർക്കറ്റിൽ മാത്രം, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനീസിന് ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ട്രേഡ് ചെയ്യുന്ന ഡെപ്പോസിറ്ററി ആണ് ADR. ഇനി അടുത്താണ് IDR. അത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ്. നമ്മുടെ ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയുടെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫണ്ട് വേണം. അപ്പൊ അവർക്ക് കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ഇതേപോലെ ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയുടെ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് വേണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് IDR. അപ്പൊ അതാണ് IDR. ഇനി അടുത്തതാണ് ഇത്ര നേരം പറഞ്ഞത് ഷെയർ. ഇതൊക്കെ ഷെയറിന്റെ ഫോമാണ് മക്കളെ. ഇനി പറയാൻ പോകുന്നത് ബോണ്ടിന്റെ ഫോമാണ്. ബോണ്ട് മീൻസ് കടം മേടിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് എന്ത് ചെയ്യണം? ഫോറിൽ നിന്ന് കുറച്ച് കടം മേടിക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് വിൽക്കും. FCCC വിൽക്കും. FCC വെക്കുമ്പോ ആദ്യം ഒരു ബോണ്ട് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് നാൾ കഴിയുമ്പോ ഏത് ഫോറിൻ കൺട്രിയിൽ ആളാണ് മേടിച്ചേക്കുന്നത് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനുള്ള ഓർഡറാക്കി മാറ്റാം. അപ്പൊ ഇനീഷ്യലി ബോണ്ടാക്കി വിറ്റിട്ട് കുറച്ച് നാൾ കഴിയുമ്പോ നമുക്ക് ഇക്വിറ്റിയിലേക്ക് പോലെ എന്താണ് ഈ പറഞ്ഞ ബോണ്ട് നമുക്ക് ഈ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൺവേർട്ടബിൾ ബോണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അറിയോ? നിങ്ങൾ വാങ്ങിയ ഫണ്ട് തിരിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അല്ല, ക്യാപിറ്റൽ ഹോൾഡർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഫുൾ ഫോം GDR ഉണ്ട്, ADR ഉണ്ട്, IDR ഉണ്ട്, FCCB ഉണ്ട്. ഇനി പഠിക്കാം, ചിലപ്പോ വന്നേക്കാം. ഫുൾ ഫോം പഠിക്കാൻ പറഞ്ഞത്. ഇനി നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ പഠിച്ച ഫണ്ടുകളൊക്കെ എടുക്കുമ്പോ ഒരു ബിസിനസിന് ഫണ്ടിന് ആവശ്യം വരികയാണെങ്കിൽ എന്തിന്റെ ബേസിലാണ് ബിസിനസ് ഫണ്ട് എടുക്കുക? മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് ഫണ്ട് മേടിച്ചു. ഈ എല്ലാ ഫണ്ടും പോയിട്ട് ഓടി എടുക്കൂല അല്ലെ? നമ്മൾ കുറെ ഫാക്ടേഴ്സ് നോക്കിയിട്ടേ ഫണ്ട് എടുക്കുള്ളൂ. ഫസ്റ്റ് ഫാക്ടർ ആണ് ചെലവ് എത്ര വരും അറിയണ്ടേ? ഇപ്പൊ ഇക്വിറ്റി ആണെങ്കിൽ എത്ര ഡിവിഡന്റ് കൊടുക്കണം, പ്രിഫറൻസ് ആണെങ്കിൽ പറയും, പരസ്യം ചെയ്യണം, അതിനകത്ത് എത്ര കാലാണ്ട് ബ്രോക്കർക്ക് എത്ര കമ്മീഷൻ കൊടുക്കണം, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കോസ്റ്റ് നമ്മുടെ കയ്യിൽ പോകും എന്ന് നോക്കിയിട്ട് ഫണ്ട് എടുക്കുക. കോസ്റ്റ് ചുരുങ്ങിയ ഫണ്ട് മാക്സിമം എടുക്കാം. മാക്സിമം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. നമുക്ക് നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക? ബോറോഡ് ഫണ്ട് എടുക്കാം അല്ലെ? ഇനി നമ്മുടെ ഫോമും ലീഗൽ സ്റ്റാറ്റസും. ഇപ്പൊ നമ്മള് കമ്പനിയാണ്, കമ്പനിക്ക് വേണമെങ്കിൽ ഷെയർ വിൽക്കാം. എന്നെങ്കിലും എഴുതിക്കൊണ്ട് സോൾ പേപ്പർഷിപ്പ് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഫോം നോക്കിയിട്ട് വേണം, നമ്മുടെ ബിസിനസിന്റെ ഫോം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫണ്ട് എടുക്കേണ്ടത്. ഇനി പർപ്പസും ടൈം പീരീഡും. ജസ്റ്റ് റോ മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടി ഇക്വിറ്റി ഷെയർ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. വാങ്ങിച്ചാൽ മതി. അപ്പൊ നമ്മൾ ലോങ് ടൈമിലേക്കാണെങ്കിൽ മാത്രം ഇക്വിറ്റി ഡിബഞ്ചർ ഒക്കെ എടുക്കാം. ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ ചെറിയ ചെറിയ ഫണ്ടുകൾ എടുക്കാം. ഇനി റിസ്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നല്ല പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? ബോറോഡ് ഫണ്ട് എടുക്കാം. റിസ്ക് ഒക്കെയാണ് അല്ലെ? അപ്പൊ റിസ്ക് നോക്കിയിട്ട് ഫണ്ട് എടുക്കാം. അടുത്തെന്താണ്? നെക്സ്റ്റ് നമ്മളുടെ ബിസിനസിന്റെ കൺട്രോൾ പോകുന്ന ഫണ്ട് എന്ന് പറയുന്നത് സാറേ ഇക്വിറ്റി ഫണ്ടാണ്. കൺട്രോൾ പോകുന്നത് അല്ലെ? അപ്പൊ ഓണർഷിപ്പ് പോകണ്ടെന്നാണെങ്കിൽ ഇക്വിറ്റി വഴി ഫണ്ട് എടുക്കാൻ പാടില്ല. ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചെടുക്കാം. ഇനി ഫ്ലെക്സിബിലിറ്റി പറയുമ്പോൾ ലോണിനൊക്കെ ആണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഒക്കെ അനുസരിച്ച് നമ്മൾ ഫണ്ട് എടുക്കുക. നെക്സ്റ്റ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ലീസ് ഫിനാൻസിങ്ങോ ബോറോഡ് ഫണ്ടോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഒക്കെ എടുക്കാം. അപ്പൊ ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയായിട്ട് ഫണ്ട് തരാം. എല്ലാം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും 5 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കാം. മക്കളെ അപ്പൊ നോക്കാം. എട്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാണ്. ഒന്നാമതായിട്ട് ഫാക്ടേഴ്സ് പഠിക്കുക, 5 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് ഷെയറും ഡിബഞ്ചറും നമ്മൾ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സും അതിന്റെ ലിമിറ്റേഷനും മെറിറ്റും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ലീസ് ഫിനാൻസിങ്ങും അതിന്റെ മെറിറ്റും ഡിമെറിറ്റും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇക്വിറ്റി ഷെയർ ചോദിക്കാം.
എന്താണ് പ്രിഫറൻസ് ഷെയർ ചോദിക്കും. പ്രിഫറൻസ് ഷെയറിന്റെ മാത്രം പ്രിയോറിറ്റീസ് ചോദിക്കും. ക്ലിയർ അല്ലേ? ഡിഫറൻസ് നന്നായിട്ട് നോക്കിയിരുന്നു എല്ലാം എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു വരാം. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എസ് എ പ്രൊഡിക്ട് ചെയ്യാം സാർ. നമുക്ക് എസ് എ പ്രൊഡിക്ട് ചെയ്യാം അല്ലെ? എസ് പ്രൊഡിക്ഷൻ ഉണ്ട് മക്കളെ. ഓക്കെ, ഞങ്ങളുടെ കഴിവ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്ത മക്കൾ ഇതിന്റെ ടാസ്കിലേക്ക് പോകാണ്. ക്ലാസ്സിൽ കണ്ടിരിക്കും മാത്രം കിട്ടുള്ളൂ സാറേ. നോക്കാം. ഐഡന്റിഫൈ ദി ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫ്രം ദി ഫോളോയിങ്. താഴെ പറയുന്നവയിൽ ഇന്റേണൽ സോഴ്സ് ആട്ടാ. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാണ് മക്കളെ? ഈ വൺ വേടൊക്കെ വെറുതെ പേപ്പറിലെ ഫിദ വിളിച്ചോട്ടാ. ഫിദ അവിടെ കുറെ നേരം തല്ലി പൊളിക്കും. ഫിദ ഫിദ പറ, ആൻസർ പറ. ഏതാണ്? റീറ്റെയിൽ അല്ലെ സാറേ? ബാക്കി എല്ലാം എന്താണ്? ബാക്കി എല്ലാം ബോറോഡ് ഫണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയും അല്ലെ? നെക്സ്റ്റ് അടുത്ത് നോക്കാം മക്കളെ. അടുത്ത് നോക്കാം. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് ഈക്വൽ യൂണിറ്റ്സ്. ഈച്ച് സച്ച് യൂണിറ്റ് ഈസ് കോൾഡ്. മൊത്തം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊത്തം ക്യാപിറ്റലിൽ നമ്മൾ കുഞ്ഞി പാർട്സ് ആക്കി മാറ്റും. എന്നിട്ട് ഈ ഓരോ പാർട്സും നമ്മുടെ ആളുകൾക്ക് എടുത്ത് വിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് പറയുന്ന പേരെന്താണ്? ഡിബെഞ്ചർ ആണോ, ഷെയർ ആണോ, ഇൻട്രസ്റ്റ് ആണോ, ഡിവിഡന്റ് ആണോ? അറിയാതെ മാത്രം അണ്ടർസ് ചെയ്യാം കേട്ടോ. സാറെ കമ്പിളിയാണത്. സാറിന് അറിയില്ല കഥ? ആദ്യം എവിടെ പോയാലും കമ്പിളിപ്പുഴ ഇങ്ങനെ കമ്പിളിപ്പുഴ സാറേ, കമ്പിളിപ്പുഴ അല്ലടാ, കമ്പിളിപ്പുഴ ഇങ്ങനെ ഇടഞ്ഞു കയറും. പറഞ്ഞു നമ്മുടെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു പാർട്സ് ആക്കി വിറ്റാൽ ദാറ്റ് ഈസ് ഷെയർ ആണ്. ഓക്കെ, യെസ് എൽസ കറക്റ്റ് അല്ലേ? കിട്ടിയില്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്ത മക്കളെ വേഗം ആൻസർ പറയാ. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു ഓൺ ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. ഏതൊക്കെയാണ് ഓൺ ക്യാപിറ്റൽ, ഏതൊക്കെയാണ് ബോറോഡ് ക്യാപിറ്റൽ ആയിട്ടും? വേഗം മക്കളെ വേഗം കാറ്റഗറൈസ് ചെയ്യടാ. യെസ് എൽസ പറഞ്ഞു. മക്കളെ ഇനി ഡൗട്ട് ഉണ്ടോ ഇതില്? ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രം എന്താണ് ഓൺ ഫണ്ട് ആണ്, ബാക്കി എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബോറോഡ് ഫണ്ട് ആണ്. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ഹിന്റ് ഗീവൻ ബിലോ. തന്നേക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കാം. ഓക്കെ, ഫർണിച്ചർ ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു സാർ വിളിച്ചു. ആരൻ സേബറ ഫർണിച്ചർ ഫിക്സഡ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ എന്ത് പറയണം? അൺമ്യൂട്ട് ചെയ്തേ കുട്ടാ. ആരൻസ് അൺമ്യൂട്ട് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ അപ്പൊ എന്ത് എഴുതുന്നു? എന്തിനാ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യാന്ന് അറിഞ്ഞാൽ മതി. ഗുഡ്സ് എന്ന് പറയോ? പേരില്ലേ? ഗുഡ്സ് പേരുണ്ടല്ലോ. ഓക്കെ, എന്ത് വാങ്ങിയത്? എന്താ വാങ്ങാറ് നമ്മള് ഗുഡ്സിന് വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ എന്നിട്ട് എടുക്കാറ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് സാറേ. ആരൻസിന് കൺഫ്യൂഷൻ ഉണ്ട്. കുഴപ്പമില്ല. നെക്സ്റ്റ് വിളിക്കാം. നെക്സ്റ്റ് ഹാൻഡ് റൈസിംഗ് ഉണ്ട്. ജസ്റ്റിനെ അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തോടാ? സ്റ്റോക്ക് എഴുതിക്കൂടെ? റോ മെറ്റീരിയൽ എഴുതാം, സ്റ്റോക്ക് എഴുതാം. ക്ലിയർ ആയില്ലേ? അതുപോലെ എന്താണ് ഡേ ടു ഡേ എക്സ്പെൻസ് ആയി എന്ത് വേണമെങ്കിലും എഴുതി വെക്കാൻ നിങ്ങൾക്ക്. ക്ലിയർ ആയില്ല? അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. എന്താണ് കറണ്ട് സെറ്റ് പെട്ടെന്ന് എന്ത് എഴുതി വെക്കാട്ടോ മക്കളെ? ശ്രദ്ധിക്കുക, മിക്കവാറും ഫിക്സഡ് സെറ്റുകളായിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ വരാ, കറണ്ട് സെറ്റുകളായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. സെറ്റ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം മക്കളെ. അടുത്തതാണ് ശ്രദ്ധിക്കുക. The credit extended by one trader to another for the purpose of good is dash. എന്താ? പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലേ? അതെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ട്രേഡർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. ആൻസർ പറഞ്ഞോ. ട്രേഡ് ക്രെഡിറ്റ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നോക്കി നമ്മളുടെ എന്താണ് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമുക്കിനി എസ് എ പ്രൊഡിക്ട് ചെയ്യാൻ പറയും. എസ് എ ഇതുവരെ ഞാൻ വന്ന് കണ്ടേക്കുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും അതിന്റെ ഫീച്ചേഴ്സും മെറിറ്റ് ചോദിക്കാറുണ്ട്, പാർട്ട്ണർഷിപ്പ് ചോദിക്കാറുണ്ട്, ജോയിന്റ് സ്റ്റോക്ക്. ഇത് ഓരോ കൊല്ലം മാറി ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എസ് എക്ക് വേണ്ടി പഠിച്ചോ. പഠിക്കുമ്പോൾ നിങ്ങളത് എന്താണെന്നൊക്കെ ഓർത്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇൻഷുറൻസും അതിന്റെ പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ
ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്, മെമ്മോറാണ്ടത്തിന്റെ ക്ലോസുകൾ. ഇത്രയും പോർഷൻസ് ആണ് ഞാൻ ഈ 8 ചാപ്റ്റേഴ്സിൽ നിന്നും എസ് എ കണ്ടേക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ കൈവീശി കാണിച്ചേ. ഓക്കെ ആണ്, സിമ്പിൾ ടോപ്പിക്സ് ആണ്. നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ എസ് എ കണക്കാക്കി പഠിക്കാം. ബാക്കി എല്ലാം നിങ്ങളൊരു ഓക്കെ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഹാൻഡ് റൈസ് ചെയ്യാം. പറ. ജസ്ലിൻ ഡൗട്ട് ഉണ്ടോ? കാണിച്ചു കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് പോർഷൻസ് 8 ചാപ്റ്റർ. മക്കളെ ഇനി ഡൗട്ട് ഇല്ലല്ലോ, പോർഷൻസ് 8ാമത്തെ ചാപ്റ്റർ വരെയാണ്. 8 ചാപ്റ്ററും പഠിക്കണം കേട്ടോ. 1 തുടങ്ങി 8 വരെ പഠിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം മര്യാദ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ ശരിക്കും പറയുകയാണെങ്കിൽ 1 തുടങ്ങി 8 വരെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും നിങ്ങൾ 4 തുടങ്ങി 8 വരെ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് ആദ്യത്തെ 3 പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഇപ്പൊ പ്ലസ് 2 നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം, സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് ഭൂരിഭാഗം ചോദിക്കുക. പക്ഷെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും 8 പഠിക്കണം. എന്നാലും സ്പെസിഫിക് ആയിട്ട് 4 തുടങ്ങി 8 വരെ പഠിച്ചിട്ട് ആദ്യത്തെ 3 പഠിച്ചാൽ മതി. ഓക്കെ. യെസ് സാർ. നെക്സ്റ്റ് ഫാത്തിമ. ജസ്റ്റ് ഡൗട്ട്. റെസ്പോൺസിബിലിറ്റി മക്കളെ എത്തിക്കലും ലീഗലും ഡിസ്ക്രിഷണറി നിങ്ങൾ മാറ്റരുതിട്ടാ. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി വോളണ്ടറി ആണ്. ക്ലിയർ ആയില്ലേ? ചാരിറ്റി കൊടുക്കുക, പഠിക്കാൻ 2 കുട്ടികൾക്ക് സഹായം ചെയ്യുക, സ്പോൺസർ ചെയ്യുക, എന്തെങ്കിലും ഇവന്റ് സ്പോൺസർ ചെയ്യുക. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, എനിക്ക് മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് ഡിസ്ക്രിഷണറി. ശരിക്കും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ക്ലിയർ ആയില്ലേ? പക്ഷെ എത്തിക്കൽ ഒന്നും അങ്ങനല്ല. ഞാൻ എത്തിക്സ് ഒരു ഡോക്ടർ എപ്പോഴും എത്തിക്സ് അയാളുടെ മെയിൻറ്റെയിൻ ചെയ്യണ്ട. അല്ലാണ്ട് കള്ളത്തരം കാണിച്ച തലവേനയ്ക്ക് വന്നവന്റെ തല വെട്ടിപ്പൊളിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പാടുണ്ടോ? ഓക്കെ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, എത്തിക്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് മാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ചെയ്യണില്ല എത്തിക്സ് കാണിക്കണം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എംപ്ലോയിനോടാണെങ്കിൽ എന്ത് ചെയ്യുക, ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് സാലറി കൊടുക്കുക അല്ലെ. ഇപ്പൊ ഈ കസ്റ്റമേഴ്സിനാണെങ്കിൽ എന്ത് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ക്വാളിറ്റിയിൽ കൊടുക്കുക, ഭയങ്കരമായിട്ട് പ്രൈസ് ചാർജ് ചെയ്യാണ്ടിരിക്കാം. ക്ലിയർ ആയില്ലേ? ഇപ്പൊ അതുപോലെ തന്നെ വേറെ എന്താണ് നമ്മുടെ ഓണേഴ്സിനോടാണെങ്കിൽ എന്ത് കാണിക്കണം, അവർ കറക്റ്റ് ആയിട്ട് അവർ റിട്ടേൺ ഒക്കെ കൊടുക്കുക. അപ്പൊ ഒരു ബിസിനസ് എങ്ങനെ കറക്റ്റ് ട്രാക്കിൽ കൂടി പോകണോ, ദാറ്റ് ഈസ് എത്തിക്സ്. ക്ലിയർ ആണോ ഫാത്തിമ? കറക്റ്റ് ട്രാക്കിൽ കൂടി പോയ എത്തിക്സ്. ലീഗൽ വെച്ചതല്ല, നമ്മൾ നിയമം അനുസരിക്കാണ്. ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയാണ് ആൽക്കഹോൾ ഒക്കെ വിൽക്കുമ്പോൾ എന്താണ് നമ്മൾ ശരിക്കും അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടല്ലേ ആൽക്കഹോൾ ഇൻജൂറിയസ് ടു ഹെൽത്ത് കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നിയമം പറഞ്ഞേക്കണം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദാറ്റ് ഈസ് ലീഗൽ. കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്താണ്, ലീഗലാണ്. അപ്പൊ നിയമത്തിന്റെ ഒരു സ്വാധീനം വന്നാൽ ദാറ്റ് ഈസ് ലീഗലാണ്. മനസ്സിലായോ? നമ്മൾ ആലോചിച്ച് ശരി ഏത് തെറ്റേത് ചിന്തിച്ച് ഉറപ്പിച്ചോ അത് എത്തിക്കലാണ്. ഡിസ്ക്രിഷണറി അങ്ങനെയല്ല, നമുക്ക് കണ്ണിച്ചോറ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഡിസ്ക്രിഷണറി ആണ്. ഞാൻ ഈ ഫുൾ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ഓക്കെ സാർ. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞോ. പറഞ്ഞോളാം. ടൈപ്സ് ഓഫ് വേ ഹൗസസ് ഇമ്പോർട്ടന്റ് അല്ല, കാരണം വേ ഹൗസസ് ഡിലീറ്റഡ് പോർഷൻ ആണ്. ടൈപ്സ് ഓഫ് വേ ഹൗസ് ഡിലീറ്റഡ് പോർഷൻ ആണ് കേട്ടാ. പക്ഷെ അതിൽ തന്നെ ബോണ്ടഡ് വേ ഹൗസ് ചോദിക്കാറുണ്ട്. കേട്ടതിയാ? ബോണ്ടഡ് വേ ഹൗസ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. എന്താ വേ ഹൗസ് അറിയാലോ? വേ ഹൗസ് പഠിക്കണം കേട്ടോ. നമ്മൾ ടൈം കൃത്യമായിട്ട് എന്താണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് സൂക്ഷിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമും വിൽക്കുന്ന ടൈമും വേറെ ആയിരിക്കും അല്ലെ. ഇപ്പൊ മഴക്കാലത്ത് വിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ റെയിൻകോട്ട് ഒക്കെ എടുത്ത് വെക്കൂലേ. അപ്പൊ ആ ടൈമിലേക്ക് വരെ നമ്മൾ ഗുഡ്സ് സൂക്ഷിക്കുന്ന പ്ലേസ് ആണ് എന്ത്, വേ ഹൗസ്. ഇനി ബോണ്ടഡ് വേ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാലേ പോർട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്സ് കൊണ്ട് ഒരു വേ ഹൗസ് സൂക്ഷിക്കും. ദാറ്റ് ഈസ് ബോണ്ടഡ് വേ ഹൗസ്. ക്ലിയർ ആണോ ദിയ? ഓക്കെ ആണോ? ബോണ്ടഡ് വേ ഹൗസ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അടുത്തത് ആരെങ്കിലും ഡൗട്ട്? ജസ്ലീൻ പറഞ്ഞോ. പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി. മക്കളെ ചോദിക്കുന്ന കേട്ടോ. പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദി പബ്ലിക് കമ്പനി ആണ്, പ്രൈവറ്റ് കമ്പനി അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഷെയർ കിട്ടുള്ളൂ. അതാണ് സംഭവം. ഓക്കെ യെസ്. ഓക്കെ നെക്സ്റ്റ് അടുത്തത് എങ്ങനെയുണ്ടോ? പറഞ്ഞോ.
9, 10 ഇല്ലടാ. ഫസ്റ്റ് ഇല്ലില്ല. ഇത്രയും പോർഷൻ ഇല്ലേ? എടാ നമുക്ക് ആദ്യം 2 മക്കളെ നിങ്ങളോട് 8 ചാപ്റ്റർ പറഞ്ഞേക്കാൻ കഴിച്ചു കാണിച്ചേ. 8 ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്, കഴിച്ചു കാണിച്ചേ. അല്ലേ? ആകെ 2 പേരുടെ മാത്രം 9, 10 പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ പത്തെണ്ണം പറഞ്ഞ. ആ 8 പകുതി വരെ പറഞ്ഞിട്ടുള്ളൂ. എടാ അതിന് പേടിപ്പിച്ചതാണ്. നമുക്ക് സെക്കൻഡ് ടൈം നമ്മള് സ്കീമൊക്കെ എടുത്തിട്ട് പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ HSC സ്കീമൊക്കെ എടുത്ത് നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് 8ാമത്തെ ചാപ്റ്റർ വരെ ഉള്ളൂ. സെറ്റ് അല്ലേ ജസ്ലിൻ? നീ പേടിക്കണ്ട, നീ അത്രയും പഠിച്ചാ മതി. ഞാനല്ലേ പറയണത്. പറഞ്ഞു ഫാത്തിമ. പ്രിഫറൻസ് ഷെയർസിന് 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻഡ് എന്താണ് ബിഫോർ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാൻ റൈറ്റ് ഉണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപ് എന്ത് കിട്ടാൻ റൈറ്റ് ഉണ്ട്? റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിനും റൈറ്റ് ഉണ്ട്. ക്യാപിറ്റലിന് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഡിവിഡൻഡും കൊടുക്കാം. ഡിവിഡൻഡിനും റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിനും പ്രിയോറിറ്റി ഉണ്ട്. ഓക്കെ, മഹേശ്വർ പറ. സൗണ്ട് ഇല്ലേ? എന്താണ് സാറേ? ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ, ഞാനില്ലേ? അതാ ടെക്നിക്കൽ ഇഷ്യൂ. സോറി. എസ്സേയോ? എസ്സേ 3rd ചാപ്റ്റർ, സോറി ആദ്യം പറഞ്ഞതാണ് നമ്മൾ 7th ചാപ്റ്ററിലാണെങ്കിൽ നമ്മുടെ മെമ്മോറാണ്ടം അസോസിയേഷനും അതിന്റെ ക്ലോസുകളും. ഓക്കെ, പിന്നെ 2nd ചാപ്റ്ററിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 4th ചാപ്റ്ററിലാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസും ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് കമ്പനി. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്. ഇത്രയുമാണ് സ്ഥിരമായിട്ട് എസ്സേ വരാറ്, ഇത്രയും കൊല്ലായിട്ട്. ഓക്കെ, കേട്ട് നന്ദിയുണ്ട് അല്ലേ? നന്ദി മാത്രമല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കുക, എക്സാം കഴിഞ്ഞിട്ട് നാളെ 6 മണിക്ക്, സോറി മക്കൾ, നാളെ 6 മണിക്ക് ക്ലാസ് ഇട്ടാ 6 മണി to 7:30 6 മണി to 7:30. ശ്രദ്ധിക്കുക, നാളെ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സാറേ, എങ്ങനെയുണ്ട് എക്സാം പിള്ളേരെ എഴുതിയെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതന്നെ. അപ്പൊ നമുക്ക് ടെൻഷൻ ആയിക്കോളാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഫോട്ടോ എടുത്ത് അയക്കുക. അതുപോലെ എക്സാം എങ്ങനെ ഉണ്ടായാലും ഷാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ആണെങ്കിൽ ഐസി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എക്സാം എഴുതട്ടെ. ഒരുപാട് ഉറക്കൊഴിക്കണ്ട. അതന്നെ, നിങ്ങൾ നേരെ പഠിച്ചിട്ടുണ്ട്, എഴുതും, ഉറപ്പാണ് കേട്ടോ. ബൈ ബൈ.